بسم الله الرحمن الرحيم فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا سيدي جد لي فجودك منتظر للمرتجي لا سيما أهل الفقر ما لي سوى مدحي وحبي من ذخر فهما الأخيرة لي ونعم المدخر بهما رجائي أن عيني قد تقر إذ ما يقابل كل ساع بالأجر يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ, മറ്റ് സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, മാന്യ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സയ്യിദ് ഷരീഫ് മുഹമ്മദുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ സ്മരണ പുതുക്കി അവിടുന്ന് പ്രചരിപ്പിച്ച ആശയത്തിന്റെ പ്രചരണത്തിനു വേണ്ടി അവിടുന്ന് സ്നേഹിച്ച മുഅ്മിനീങ്ങൾക്ക് സദഖകളിൽ നിന്ന് ഏറ്റവും ബഹുമാനമുള്ള സദഖയായ ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ സാലിഹീങ്ങളുടെ മഹത്വം എടുത്തു കാണിക്കാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഈ ഉറൂസ് പരിപാടി. ഇതിന്റെ സംഘാടകർ ഇന്ന് ഇന്ത്യ രാജ്യത്ത് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയാൻ ഏറ്റവും അർഹതപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഇവിടെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഇനിയും ദീർഘകാലം ഈ നാട്ടിനും രാജ്യത്തിന് മുഴുവനും ലോകത്തെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകാൻ തങ്ങളവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകണം. അവിടുത്തെ തണലിലായി ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ സാധുക്കളായ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വെറും ഒരു സാധാരണ ഏതോ കമ്മിറ്റിക്കാർ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന ഒരു ഏർപ്പാട് എന്നതിന് പകരം ഒരു ദീനിയായ നേതൃത്വത്തിന്റെ ഇൽമിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത് എന്നത് സന്തോഷകരമാണ്. എന്നാൽ ഞാൻ ആമുഖമായി തന്നെ പറയുന്നു, ഈ വഅദ്
ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ നിർദ്ദേശപ്രകാരം നടക്കുന്നതാണ്. വിനീതനായ എന്നോട് തന്നെ ഉറൂസിന് വാത് പറയണമെന്ന് പറയും. എപ്പോഴാണ് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനത് തീരുമാനിക്കില്ല, തങ്ങൾ തീരുമാനിക്കുന്ന ദിവസം. എത്ര ദിവസമാണ്? തങ്ങൾ തീരുമാനിക്കുന്ന ദിവസം. അങ്ങനെ മറ്റ് സാധാരണ പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ആളുകളും, വലിയ പണ്ഡിതന്മാര് വരെ, എന്നെ പോലുള്ള പ്രവർത്തകന്മാർക്ക് പകരം വലിയ ആലിമീങ്ങൾ വരെ തങ്ങളുടെ നിർദ്ദേശപ്രകാരം, കൽപ്പന പ്രകാരം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാൽ ഞാൻ തന്നെ ഇപ്പോൾ ട്രെയിന് ഇറങ്ങി ഇങ്ങോട്ട് സാധാരണ വരുന്ന റൂട്ടിലൂടെ ഇങ്ങോട്ട് കടക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ഇങ്ങനെ വളച്ചു വന്നു. അപ്പോഴാണ് ഞാൻ ആ ലോകമൊക്കെ കാണുന്നത്. അങ്ങനെ വരുമ്പോ അവിടെയൊക്കെ പല പരിപാടികളും ഉണ്ട്. കുറെ തൊട്ടിലുണ്ട്, കുറെ കളികളുണ്ട്, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അതൊന്നും ഈ ഉറൂസിന്റെ പരിപാടിയല്ല, അതൊന്നും തങ്ങളുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുവന്ന് വെച്ചതുമല്ല. ഇവിടെ പുറത്ത് ഇന്ത്യ രാജ്യമാണ്. ഈ രാജ്യത്ത് ആർക്കും എന്തിനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ്. ആരെയും ഒന്നിൽ നിന്നും തടയാൻ നിവൃത്തിയില്ലാത്ത ഒരു രാജ്യമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം, വലിയ ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് നടക്കാറുണ്ട്. അതിൽപ്പെട്ട ഒരു ചർച്ചയാണ് ഒന്നിലധികം വിവാഹം കഴിക്കാമോ എന്നത്. ഒരു ഉദാഹരണം പറയും. ഒരിക്കൽ കർണാടകയിലുള്ള ഒരു പത്രത്തിൽ ഞാൻ ഒന്നിലധികം വിവാഹം കഴിച്ചു എന്നൊരു കംപ്ലൈന്റ് എഴുതിയതായി ഞാൻ കണ്ടു. അത് കളവ് മാത്രം പറഞ്ഞ് പരിചയപ്പെട്ട സെൽഫികൾ കൊടുത്തതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ വകയിൽ എന്റെ ഭാര്യ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടൊന്നുമില്ല. കാരണം അവക്കോട്ട് കർണാടക അറിയയില്ല. ആ പറഞ്ഞത് സത്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത്, രാജ്യത്ത് നടക്കുന്ന ഒരു ചർച്ചയാണ്. ഒന്നിലധികം കല്യാണം കഴിക്കാമോ, വിവാഹം കഴിക്കാമോ, കഴിച്ചുകൂടെ ഒരു ചർച്ചയാണ്. അതിന് വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകന്മാരും ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ ചർച്ചയാണ്. ചില ആളുകളൊക്കെ ഇസ്ലാമിനൊരു വലിയ കുറ്റമായിട്ട് തന്നെ പറയുന്ന ഒരു വിഷയമാണ് ഒന്നിലധികം വിവാഹം കഴിക്കാന്ന് പറഞ്ഞു. ആ പറയുന്ന ആളുകള് ഒരു 100 ആളുകളെ വ്യഭിചാരം നടത്തുകയാണെങ്കിൽ അവർക്ക് യാതൊരു അബദ്ധവുമില്ല. എന്ന് പറഞ്ഞാൽ വ്യഭിചാരം നടത്തുന്ന സ്ത്രീകൾക്ക് സംഘടനയുണ്ടാക്കിയിട്ട് അതിൽ പ്രസംഗിക്കാൻ വേണ്ടി സാംസ്കാരിക നേതാക്കന്മാര് പോകുന്ന കാലമാണിത്. വ്യഭിചാരം നടത്തുന്ന സ്ത്രീകളുടെ സംഘടനയുടെ പേര് ലൈംഗിക തൊഴിലാളികളുടെ സംഘടന. അപ്പൊ ആ നിലക്ക് അധപ്പതിച്ച, എന്ന് പറഞ്ഞാൽ ഏത് തോന്നിവാസവും ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള, ഏത് തെറ്റും ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം എന്നാണ് ഞാൻ പറഞ്ഞത്. കള്ളു കുടിക്കുന്നവന് കള്ളു കുടിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളെ കേരളത്തിൽ കള്ളു കുടിക്കുന്നതിന് വിരോധമില്ല, ചാരായം കുടിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അങ്ങനെ കള്ളു കുടിക്കാം, വ്യഭിചാരം നടത്താം, അങ്ങനെ തുടങ്ങി. എന്തിനധികം പറയണം, ഒരു പാവപ്പെട്ട മനുഷ്യന് താമസിക്കാൻ വേണ്ടി ഒരു ചെറിയ വീട്. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ചെറുപ്പത്തിൽ എന്റെ ബാപ്പ കുറെ കേസ് നടത്തിയിരുന്നു. എന്താ കേസ്? ബാപ്പ വാങ്ങിവെച്ച ഒരു പറമ്പിൽ ഒരു ചെറിയ വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ ഒരു സാധു മനുഷ്യൻ, അദ്ദേഹം ഒരു മുസ്ലിമല്ല, ഒരു ഹിന്ദു മതക്കാരനാണ്, ഒരു തട്ടാനാണ്. അദ്ദേഹം വന്നിട്ട് ദയവായി തൽക്കാലം താമസിക്കാൻ സൗകര്യം ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് തൽക്കാലം താമസിക്കാൻ ആ വീട് സൗകര്യം ചെയ്തു കൊടുത്തു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഗവൺമെന്റ് തന്നെ നിയമം കൊണ്ടുവരുന്നു, അങ്ങനെ കൊടുത്ത വീടുകളൊക്കെ അവരുടേതാണെന്ന് പ്രഖ്യാപിക്കേണ്ടതാണ്. അങ്ങനെ കുടികിടപ്പ് നിയമം തന്നെ നിയമം കൊണ്ടുവന്നു. അന്യന്റേത് പിടിച്ചെടുക്കുന്നതിന് വരെ നിയമപരമായി സാധുതയുള്ള ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. ഹഖില്ല, ബാത്തിലില്ല, ഹറാമില്ല, ഹലാലില്ല, എന്തും ആർക്കും പ്രവർത്തിക്കാവുന്ന ഒരു രാജ്യം. ആ രാജ്യത്താണ് നാം ജീവിക്കുന്നത്. ഈ രാജ്യത്ത് നമുക്ക് നമ്മുടേതായ മതപരമായ വിഷയങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. നിസ്കരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, സകാത്ത് കൊടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, കൊടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, നിസ്കരിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ നമുക്ക് ഉറൂസ് നടത്താൻ സ്വാതന്ത്ര്യമുണ്ട്, വഅദ് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ ഭക്ഷണം കൊടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്,
എന്നാൽ നമ്മളതൊക്കെ നടത്തുമ്പോ അതിന്റെ അപ്പുറത്ത് കുറെ സർക്കസും കുറെ തൊട്ടിലും കുറെ കളിയൊക്കെ വെക്കാൻ അവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. അപ്പൊ ഈ ഉള്ളാളത്ത് നടത്തുന്ന ഉറൂസ് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഇവിടെയുള്ള തങ്ങളടക്കമുള്ള പണ്ഡിതന്മാരോ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളല്ല, ഈ രാജ്യത്തുള്ള മുഴുവൻ വിഷയങ്ങളും നടപ്പാക്കാൻ കെൽപ്പുള്ളവരും അല്ല. അതുകൊണ്ട് നമ്മുടെ കോമ്പൗണ്ടിന്റെ പുറത്ത് നാം ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും ഈ പരിപാടിയുടേതാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോവുകയോ അതിനൊക്കെ പണ്ഡിതന്മാരുടെയോ അല്ലെങ്കിൽ കമ്മിറ്റിയുടെയോ അംഗീകാരമുണ്ടെന്ന് ജനങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്ന് ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ സജ്ജനങ്ങളായ ആളുകളെ ആദരിക്കുന്ന ഒരു പരിപാടിയാണ്. ആ ആദരവിന്റെ ഭാഗമായി അവർ പഠിപ്പിച്ച ആശയം പ്രചരിപ്പിക്കുക എന്നതാണ് വഅദ് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് ശരീഫുൽ മുഹമ്മദുൽ മദനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾക്ക് പുറമെ വേറെയും ധാരാളം സാലിഹീങ്ങൾ ഈ ഉള്ളാളത്ത് കിടക്കുന്നുണ്ട്, ഇതിന്റെ പരിസരങ്ങളിൽ കിടക്കുന്നുണ്ട്. ആ മഹാന്മാർ അവരെ അനുസ്മരിക്കുന്ന ഒരു പരിപാടി, അതിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ സയ്യിദ് ശരീഫ് മുഹമ്മദ് മദനി തങ്ങളുടെ പേരാണ് നമ്മൾ അടിസ്ഥാനപരമായി പറയുന്നത് എന്ന് മാത്രം. ഈ ഉറൂസ് ബഹുമാനപ്പെട്ടവരുടേത് മാത്രമാണെന്ന് നിങ്ങൾ ധരിക്കരുത്. അങ്ങനെ ചിലർക്കൊരു ധാരണയുണ്ട്, ആ ധാരണ ശരിയല്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നു. എന്നിട്ട് എന്താ ഫാത്തിഹ വിളിക്കുമ്പോൾ പറയുന്നത് എന്താ? ഇലാ ഹദ്റത്തിൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഒരു ഫാത്തിഹ എന്നാ പറയുന്നത്. ഉറൂസ് ആരതാ? ഉറൂസ് മദനി തങ്ങളതാ. ഫാത്തിഹ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്കാ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് സർവ്വ അമ്പിയാക്കളുടെയും ഹദ്റത്തിലേക്ക്, പിന്നെ മുഴുവൻ സഹാബത്തിന്റെയും ഹദ്റത്തിലേക്ക്, മുഴുവൻ സാലിഹീങ്ങളുടെയും സന്നിധാനത്തിലേക്കാണ് നാം ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നത്. അപ്പൊ പിന്നെ സയ്യിദ് മുഹമ്മദ് ശരീഫുൽ മദനി തങ്ങളുടെ ഉറൂസിൽ എന്താണ് ഇവരെ എല്ലാ സഹാബത്തിന്റെയും എല്ലാ അമ്പിയാക്കളുടെയും എല്ലാ ഔലിയാക്കളുടെയും പേരിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നത്? അപ്പൊ ഇതൊരു അഡ്രസ് മാത്രമാണ്. ഇത് ഒരു അഡ്രസ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശരീഫുൽ മദനി തങ്ങളുടെ ഉറൂസ് എന്നത് ഒരു അഡ്രസ് മാത്രമാണ്. വസ്തുത വിഷയം എല്ലാ സജ്ജനങ്ങളെയും അനുസ്മരിക്കുന്ന, സാലിഹീങ്ങളെ മുഴുവനും അനുസ്മരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു മജ്ലിസാണ് നമ്മുടെ. അത് ഏതും അങ്ങനെ തന്നെയാണ്. ബദരീങ്ങളാണ്ട് എന്ന് പറയും. ബദരീങ്ങളാണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ബദരീങ്ങളാണ്ടിന് ഫാത്തിഹ ദുആ ചെയ്യുന്ന വെറും ബദരീങ്ങൾക്ക് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ സാലിഹീങ്ങൾക്കുമാണ്. ബദരീങ്ങൾ ഒരു അഡ്രസ് മാത്രമാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് എന്ന് പറഞ്ഞാൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മാത്രം ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്ന സദസ്സല്ല, മറിച്ച് എല്ലാ അമ്പിയാക്കളുടെയും എല്ലാ സാലിഹീങ്ങളുടെയും പേരിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്ന ഒരു മജ്ലിസാണ്. അപ്പൊ പിന്നെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്നത് ഒരു അഡ്രസ് മാത്രമാണ്. സംഗതി എല്ലാവർക്കും ഉള്ളതാണ്. അതിനെ സംബന്ധിച്ച് വിശദമായി ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. അപ്പൊ ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങളെന്താണ് സിദ്ദീഖുൽ അക്ബറിന്റെ ഉറൂസ് കഴിക്കാത്തത്? നിങ്ങളെന്താണ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഉറൂസ് കഴിക്കാത്തത്? ചിലർ ചോദിക്കാറുണ്ട്. അവർക്കുള്ള മറുപടിയും കൂടിയാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ ഈ ഉറൂസിലും ഞങ്ങൾ ആദ്യം തന്നെ ഫാത്തിഹ ഓതിയിട്ട് പറയുന്നത് ഔസിൽ സവാബ മാ ഖറഅനാഹു ഇലാ ഹദ്റത്തിൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദ്റാത്തി ജമീഉൽ അംബിയാഇ വൽ മുർസലീൻ വഇലാ അർവാഹി അസ്ഹാബി ജമീഇഹിം വഅഹാലിഹിം വഅഖാരിബിഹിം. എല്ലാ അമ്പിയാക്കളുടെ സഹാബികൾക്കും എല്ലാ അമ്പിയാക്കളുടെ കുടുംബങ്ങൾക്കും സജ്ജനങ്ങളും മുഅ്മിനീങ്ങളുമായ സർവ്വ കുടുംബങ്ങൾക്കും അനുയായികൾക്കും എല്ലാ സത്യവിശ്വാസികൾക്കുമാണ് നമ്മളിവിടെ ഫാത്തിഹ ഓതി ദുആ ചെയ്യുമ്പോൾ അവരുടെ ഒക്കെ പേരിലാണ് ഖുർആൻ ഓതുന്നത്. അപ്പൊ പിന്നെ ഇതൊരു അഡ്രസ്സാണ്, ഒരു അഡ്രസ്. ഏതുപോലെ നമ്മൾ സാധാരണയായി സഹീഹുൽ ബുഖാരി എന്ന കിതാബ് ഓതാറുണ്ട്. അത് ഇമാം ബുഖാരിയുടെ ഒരു കിതാബാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും പഠിപ്പിച്ച ആശയം ഇമാം ബുഖാരി ക്രോഡീകരിച്ചതുകൊണ്ട്
ഇമാം ബുഖാരിയുടെ അഡ്രസ് അതിന് പറയുന്നു എന്ന് മാത്രം. സംഗതി അത് നബിയും സഹാബത്തും പഠിപ്പിച്ച ആശയങ്ങളാണ്. ഇതുപോലെ നമ്മൾ ശാഫിഈ മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഹനഫി മദ്ഹബ് എന്നൊക്കെ പറയാറുണ്ട്. അത് അവരുടെ ഒരു മദ്ഹബല്ല, അവരുടെ ഒരു അഭിപ്രായമല്ല. മറിച്ച് ശാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും പഠിപ്പിച്ച ആശയമാണ്. മാലിക്കി മദ്ഹബും അങ്ങനെ തന്നെയാണ്, ഹംബലി മദ്ഹബും അങ്ങനെ തന്നെയാണ്, ഹനഫി മദ്ഹബും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ മഹാന്മാരെ പേര് പറയുന്നത് അതൊരു അഡ്രസ് മാത്രമാണ്. അവർ മുഖേന നമുക്കത് ലഭിച്ചത് കൊണ്ട് അവരുടെ അഡ്രസ് പറയുന്നു. സഹീഹുൽ ബുഖാരി ഇമാം ബുഖാരിയുടെ കിതാബാണ് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി മുഖേന അത് നമുക്ക് കിട്ടിയത് കൊണ്ട് ഇമാം ബുഖാരിയുടെ അഡ്രസ് പറയുന്നു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിതാബാണ്, സ്വഹാബത്തിന്റെ കിതാബാണ്. അതുപോലെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഹനഫി മദ്ഹബ് എന്നൊക്കെ പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പഠിപ്പിച്ച മദ്ഹബാണ്. അത് അവർ മുഖേന കിട്ടിയത് കൊണ്ട് അവരുടെ അഡ്രസ് പറയുന്നു എന്ന് മാത്രം. ഇതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് ശരീഫ് മുഹമ്മദുൽ ബദനി തങ്ങളുടെ ഒരു അഡ്രസ് പറയുന്നു എന്നല്ലാതെ അവർക്ക് മാത്രം ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നതോ അവരെ മാത്രം അനുസ്മരിക്കുന്നതോ ആയ ഒരു സദസ്സല്ല നമ്മുടേത്. ലോകത്തുള്ള എല്ലാ സജ്ജനങ്ങളെയും, എല്ലാ അമ്പിയാക്കളെയും, എല്ലാ ഔലിയാക്കളെയും, എല്ലാ മഹാന്മാരെയും അനുസ്മരിക്കുന്ന മജ്ലിസാണ് നമ്മുടെ മജ്ലിസ്. ഓരോ അഡ്രസ്സുകൾ എന്ന് മാത്രം ഇരിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യസൂറു ഖുബൂർ അശ്ശുഹദാഇ റഅസ കുല്ലി ഹൗലി. വർഷത്തിലൊരു തവണ ഉഹദ് ശുഹദാക്കളുടെ മഖ്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്ത് ചെയ്യാറുണ്ടെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ്, ഹാഫിദ് ഇബ്നു കസീർ തുടങ്ങിയ പണ്ഡിതന്മാർ അവരുടെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ വർഷത്തിലൊരിക്കൽ പ്രത്യേകമായി മഹാന്മാരുടെ മഖ്ബറ സന്ദർശിക്കുക, മഹാന്മാരെ അനുസ്മരിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കാണിച്ചു തന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് നാം നടത്തുന്നു. വർഷത്തിലൊരിക്കൽ നടത്തുന്ന സ്ഥലങ്ങളുണ്ട്, 5 വർഷത്തിലൊരിക്കൽ നടത്തുന്ന സ്ഥലങ്ങളുണ്ട്, 3 വർഷത്തിലൊരിക്കൽ നടത്തുന്ന സ്ഥലങ്ങളുണ്ട്, 2 വർഷത്തിലൊരിക്കൽ നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. ഇതൊരു പ്രത്യേക സമയം നിശ്ചയിച്ചുകൊണ്ടുള്ള ഫർളായ നിസ്കാരം പോലത്തെ ഒരു വിഷയം അല്ല, മറിച്ചൊരു സുന്നത്തായ കാര്യമാണ്. ആ സുന്നത്തായ കാര്യത്തിന് പ്രത്യേക സമയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ശറഇൽ. അതുകൊണ്ട് നമ്മുടെ സൗകര്യമനുസരിച്ച്, നമ്മുടെ സന്ദർഭമനുസരിച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. ഒരു കമ്മിറ്റിക്കാർക്ക് വേണേ 3 കൊല്ലത്തിലെടുക്ക് തീരുമാനിക്കാം, വേറൊരു കമ്മിറ്റിക്കാർക്ക് ഒരു കൊല്ലത്തിലെടുക്ക് വേണമെങ്കിൽ അങ്ങനെ തീരുമാനിക്കാം, വേറൊരു കമ്മിറ്റിക്കാർക്ക് വേണേ ആഴ്ചക്ക് ഒരു ദിവസം റൂസ് തീരുമാനിക്കാം, ഒരു കമ്മിറ്റിക്കാർക്ക് വേണേ ദിവസവും തീരുമാനിക്കാം. കാരണം ഒരു സുന്നത്തായ കാര്യം നിർവഹിക്കാൻ പ്രത്യേക സമയനിശ്ചയമില്ലാത്ത ഒരു വിഷയത്തിന് നമുക്ക് നമ്മുടെ സൗകര്യപ്രകാരം തീരുമാനിക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മദ്രസ, നമ്മുടെ പള്ളി, നമ്മുടെ കോളേജിന്റെ ഒക്കെ കമ്മിറ്റികള്, വാർഷികങ്ങള്, അങ്ങനത്തെ പരിപാടികൾ. ചിലപ്പോ ചിലർ എല്ലാ കൊല്ലവും വാർഷികം കൊണ്ടാടുന്നവർ, ചില ആളുകൾ 10 കൊല്ലം കഴിയുമ്പോൾ ഒരിക്കലേ വാർഷികം കൊണ്ടാടുന്നു, വേറെ ചില ആളുകൾ 2 കൊല്ലം കഴിയുമ്പോൾ വാർഷികം കൊണ്ടാടും. അങ്ങനെ അത് നമ്മുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം. പക്ഷെ കോളേജിന്റെ വാർഷികം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കോളേജ് എന്തിന് സ്ഥാപിക്കപ്പെട്ടു, അവിടെ എന്തെല്ലാം നടക്കുന്നു, അതെന്തിനാണ്, അതിന്റെ ഗുണം എന്താണ് എന്നൊക്കെ ആ കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അതിന്റെ പ്രചരണം നടത്താനുമാണ് കോളേജിന്റെ വാർഷികം. എന്നാൽ ഔലിയാക്കളുടെ സ്മരണ വാർഷികങ്ങളായി കൊണ്ടാടുന്നതോ, ഔലിയാക്കൾ ആരാണ്, അവരുടെ പവർ എന്താണ്, അവരെന്തുകൊണ്ടാണ് ഔലിയാക്കളായത്, അവരുടെ വഴി എന്താണ്, അവരുടെ വഴി സ്വീകരിക്കേണ്ടതിന്റെ അനിവാര്യത എന്താണ്, അവരും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്, അവരെ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്, ഇങ്ങനെ തുടങ്ങി അവർ പഠിപ്പിച്ച ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് ഔലിയാക്കളെ സ്മരിച്ചുകൊണ്ടുള്ള ഇത്തരം വാർഷിക പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. ഇരിക്കട്ടെ, എന്റെ വിഷയം ഉറൂസല്ല, എന്റെ വിഷയം സുന്നത്ത് ജമാഅത്താണ്. അതിപ്പോ ഉറൂസിൽ വന്ന ആളുകളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായിരിക്കും. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് എന്നത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് നമ്മുടെ ഉറൂസ് പരിപാടിയിൽ സന്നിഹിതരായിട്ടുണ്ടാവുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാലും അതിനെ സംബന്ധിച്ച് ഒന്നുകൂടി നാം മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ ഒരു വിശദീകരണം അല്ലാഹു തൗഫീഖ് ചെയ്തെങ്കിൽ ഇന്നും നാളെയുമായി 2 വിഷയങ്ങൾ. ഒന്ന് സുന്നത്ത് ജമാഅത്ത്, ഒന്ന് ഇതര പ്രസ്ഥാനങ്ങളാണ്. അതിന്റെ പേര് മറ്റൊരു ശൈലിയിൽ അതിന്റെ വിഷയം പറഞ്ഞു എന്ന് മാത്രം. ആ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ആരോ ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു,
ഇവിടെ ഈ മംഗലാപുരത്ത് ഒരു സംവാദം നിശ്ചയിച്ചിരുന്നു. അത് ഈ ഭാഗത്തുള്ള സെലഫികളുടെ നേതാക്കന്മാരും വിനീതനായ ഞാനും ഇവിടെയുള്ള കുറച്ച് പ്രവർത്തകന്മാരും ഇരുന്ന് ഒരു ദിവസം ഒരു കരാർ എഴുതി ഒപ്പിട്ടു. ആ കരാറിൽ ഇന്ന ദിവസം പരിപാടി നടത്തണം, ഇന്ന ആള് ആദ്യം വിഷയം അവതരിപ്പിക്കണം, ഇന്ന ആള് ചോദ്യം ചോദിക്കണം, അത് ഇത്ര സമയം കൊണ്ട് ചോദിക്കണം, ഇത്ര സമയം കൊണ്ട് മറുപടി പറയണം, അതിന് ഇന്ന വിഷയങ്ങൾ സംസാരിക്കണം എന്നൊക്കെ എഴുതി കരാർ ഒപ്പിടുമ്പോൾ എല്ലാവരും വായിച്ച് കേട്ട് അതിന്റെ ചുവടെ ഇതുവരെ എഴുതിയതിലൊന്നും പിന്നീട് മാറ്റം വരുത്താൻ പാടില്ല എന്ന് എഴുതി. അതും വായിച്ചു കേട്ട് ഒപ്പിട്ടു. അങ്ങനെ ഒപ്പിടുന്ന സമയത്ത് സെലഫികളായ ആളുകൾ പറഞ്ഞു, ഞങ്ങളെ വാദം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോ അവരെ വാദം എന്താണെന്ന് അവർക്കറിയില്ല. വിഷയം രണ്ടാണ്, ഒന്ന് തറാവീഹ് നിസ്കാരവും ഒന്ന് സ്ത്രീ ജുമഅയുമാണ്. അതില് ഞാൻ പറഞ്ഞു ഞങ്ങളെ വാദം ഞാൻ എഴുതാതെ. അങ്ങനെ ഞങ്ങളെ വാദം ഞങ്ങൾ എഴുതി. എന്താ ഞങ്ങളെ വാദം? ഞങ്ങളെ വാദം റമളാനിൽ ഇശാ നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കുന്ന പ്രത്യേക നിസ്കാരമായ തറാവീഹ് നിസ്കാരം മക്കയിലും മദീനയിലും ഔദ്യോഗികമായി നടത്തി വരുന്നത് പോലെ 20 റക്അത്താണ് എന്ന് തറാവീഹിനെ സംബന്ധിച്ച് എഴുതി. അതേപോലെ ജുമഅയെ സംബന്ധിച്ച് എഴുതി, അന്യപുരുഷന്മാരോടുകൂടി ജുമഅ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ സ്ത്രീകൾ പുറപ്പെട്ടു പോകുന്നത് പാടില്ലാത്തതാണ് എന്നെഴുതി. അങ്ങനെ എഴുതിയപ്പോ ഇവരെന്നോട് സംശയം ചോദിച്ചു, അതിന്റെ പള്ളിയിൽ നിങ്ങൾ എഴുതാത്തത്? ഞാൻ പറഞ്ഞു മൈതാനിയിലായാലും പോകാൻ പാടില്ല. നമ്മളെ വിഷയം പെണ്ണ് പള്ളിയിൽ കയറാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, ജുമഅക്ക് വേണ്ടി പുറപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ളതാണ്. അത് മൈതാനിയിലായാലും പോയിക്കൂടാ, പള്ളിയിൽ മാത്രം പോയിക്കൂടാ എന്നല്ല ഞങ്ങളെ വാദം. അതുകൊണ്ടാണ് പള്ളി എന്ന് എഴുതാതെ ജുമഅക്ക് വേണ്ടി പുറപ്പെട്ടു പോകാൻ പാടില്ല എന്ന് എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുറെ സംശയങ്ങൾ ചോദിച്ചു, അതിനൊക്കെ മറുപടി പറഞ്ഞു. അപ്പൊ സെലഫികൾപ്പെട്ട ആളുകൾ ഞാൻ ഇതൊന്നും അറിയില്ല, ഞാൻ അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നിങ്ങളെ വാദം എന്താ എഴുതേണ്ടതെന്ന് ഞാൻ ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വാദം അറിയില്ല, അത് ഞങ്ങളെ പണ്ഡിതന്മാരോട് ചോദിക്കണം, അവരോട് ചോദിച്ചിട്ട് എഴുതി വാങ്ങിത്തരാം. അപ്പൊ നമ്മളെ സമ്മതിച്ചിട്ട് അതുകൊണ്ട് സംവാദം നടക്കാതായി പോണ്ട. അങ്ങനെ അവര് അത് എഴുതിക്കൊണ്ടുവന്നു. അതില് നേരത്തെ എടുത്ത തീരുമാനങ്ങൾ ചില മാറ്റങ്ങളും എഴുതിക്കൊണ്ടുവന്നു. എല്ലാം എഴുതിക്കൊണ്ടുവന്നപ്പോ ഞാൻ അതിന്റെ ഒരു സംഘാടകനായ മഹ്മൂദ് ഹാജിയോട് പറഞ്ഞു നമുക്കതൊന്ന് ഒപ്പിട്ട് കൈമാറണം. അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഒപ്പിട്ട് കൈമാറാൻ വേണ്ടി ഇരിക്കണം. അപ്പോ ഒപ്പിട്ട് കൈമാറാൻ വേണ്ടി ഇരിക്കാന്ന് പറഞ്ഞു, ഡേറ്റ് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ വന്നു. അങ്ങനെ എന്റെ സത്യം ഞാനിത് പറയുന്നത്, എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ മുതലിറക്കി ഞാൻ ഇതിനു വേണ്ടി മംഗലാപുരത്തേക്ക് വന്നു. അങ്ങനെ വന്നിറങ്ങിയ ഉടനെ തന്നെ അതിന്റെ സംഘാടകനായ മഹ്മൂദ് ഹാജിയോട് ഞാൻ പറഞ്ഞു അവരുമെല്ലാം ഒഴിയാൻ ശ്രമിക്കും, കൊന്നാ വിടരുത്. അത് എന്ത് വിട്ടുവീഴ്ച വേണമെങ്കിലും ചെയ്തിട്ട് പരിപാടി നടക്കണം എന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ വന്നു ഇരുന്നപ്പോ ആദ്യം തന്നെ ഇവര് പറയുന്നത് ഇതുവരെ എഴുതിയ കരാർ പറിച്ചങ്ങ് കീറിക്കളയണം, എന്നിട്ട് പുതിയ ഒരു കരാർ എഴുതണം. അപ്പൊ നേരത്തെ എഴുതിയ കരാറോ അത് പറിച്ച് കീറിക്കളയണം എന്ന് അവർ പറയുന്നു. അത് എന്തിനാ കീറുന്നത്? അതിനവർ പറയുന്ന കാരണം അത് നേരത്തെ എഴുതിയ കരാറ് ഞങ്ങളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാരില്ലാത്ത സമയത്ത് എഴുതിയതാണ്. അതുകൊണ്ട് ഈ കരാറ് പറിച്ചു കീറിയിട്ട് വേണം വേറൊരു പുതിയ കരാർ എഴുതാൻ. ഞാൻ അവരോട് ചോദിക്കുന്നു, അത് അന്ന് തന്നെ അവർക്ക് അറിയില്ലായിരുന്നു? അന്ന് അവർ മനസ്സിലാക്കിയ ഞങ്ങൾ തന്നെ പണ്ഡിതന്മാരാണ്. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഞങ്ങൾ പണ്ഡിതന്മാരല്ല. എന്നാൽ ഞാൻ അവരോട് പറഞ്ഞു ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പണ്ഡിതന്മാരാ, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? എന്നാൽ എനിക്ക് ഈ അഭിപ്രായം എപ്പോ ഇല്ല. ഈ വന്നതും പണ്ഡിതന്മാരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോ അവരെ കൂട്ടത്തിലുള്ള മൗലവി ഭയങ്കര രോഷത്തോടെ ചൂടായി. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ചൂടായി. എന്താണ് അയാൾ എങ്ങനെങ്കിലും ഒരു തല്ലുണ്ടാവണമെന്ന് എന്നെ ഉദ്ദേശിച്ച് കലാട്ടൊക്കെ എന്നെ വന്ന മാതിരി ഭയങ്കര ചൂടായി. ഞാനാണെങ്കിൽ ഞാൻ ചിരിച്ചു. കാരണം എനിക്ക് ചൂടാന്ന് കേൾക്കുമ്പോ ചിരിയാണ്, എനിക്ക് നല്ല സന്തോഷമാണ്. കാരണം ഓരോരുത്തർ ചൂടാതെ ശൈത്താന്റെ ഒരു അസുഖമാണ്.
അപ്പോ ഞാനിങ്ങനെ ഇരുന്ന് ചിരിച്ചു. ഇയാളിങ്ങനെ ചൂടായിട്ട് എന്നെ നിങ്ങൾക്ക് അറിയില്ലാന്നോ, നമ്മൾ തമ്മിൽ എത്ര സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസംഗം നടന്നാണ് എന്ന് പറഞ്ഞു. സംഗതി ശരിയാണ്. അയാൾ ഒരു ദിവസം പ്രസംഗിച്ചു പോകും, ഞാൻ ആ കേസറ്റ് കേൾക്കും, മറുപടി പറയും. ഞാൻ പ്രസംഗിച്ച് പിന്നെ അയാൾ പ്രസംഗിക്കും, ഞാൻ പിന്നെ അയാളെ പ്രസംഗം കേസറ്റ് കേൾക്കും, പിന്നെ മറുപടി പറയും. ഞങ്ങൾ മുഖാമുഖം നേരിട്ടൊരു സംവാദം നടന്നിട്ടില്ല. അതുകൊണ്ട് അയാളെ എനിക്കറിയാം. എങ്ങനെ അറിയാന്നറിയോ? ഞങ്ങളുടെ നാട്ടിലുണ്ട് ഒരു വലിയ ഒരു വനം കൊള്ളക്കാരൻ, വീരപ്പൻ എന്നാണ് അയാളെ പേര്. എല്ലാവർക്കും അറിയാം, പക്ഷെ അയാൾ കണ്ടറിഞ്ഞൂടാ. വീരപ്പൻ എല്ലാവർക്കും അറിയാം, വനം കൊള്ളക്കാരനാണ്, പക്ഷെ ആളറിയില്ല, അയാളെ കണ്ടാലറിയില്ല. അതുപോലെ ഞങ്ങളുടെ നാട്ടിലൊരു പിടികിട്ടാപ്പുള്ളി, സുകുമാരക്കുറുപ്പ് എന്നയാളെ പേര്. അയാൾ ഇതുവരെ ആളുകൾക്ക് അറിയില്ല. സുകുമാരക്കുറുപ്പിന് എല്ലാവർക്കും അറിയാം, പക്ഷെ കണ്ടാലറിയില്ല. ഇതുപോലെ ഈ മൗലവിയെ മുമ്പ് കണ്ടിട്ട് എനിക്ക് ഓർമ്മയുള്ള ഒരു പരിചയമില്ല. എവിടുന്നോ കണ്ടോന്ന് എനിക്കറിയില്ല, ഓർമ്മയുള്ള ഒരു പരിചയം എനിക്കില്ല. ഞാൻ പറയാം, എനിക്ക് നിങ്ങളെ അറിയില്ല. ഇയാളെന്നോട് എന്നെ അറിയില്ല. സംഗതി ശരിയാണ്, അറിയില്ല. എനിക്കിപ്പോ ക്ലിന്റനെ എനിക്കറിയാം, പക്ഷെ കണ്ടാലറിയില്ല. അതുപോലെ എത്ര ആളുകളുണ്ട്, വലിയ ആളുകൾ, വലിയ വലിയ കൊള്ളക്കാരെ പേരൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, പക്ഷെ നമുക്ക് അവരറിയില്ല, കണ്ടാലറിയില്ല. കാരണം നമ്മൾ നേരിൽ ഒരു വിഷയത്തിൽ ഇരിക്കുമ്പോഴല്ലേ. പിന്നെ അല്ലെങ്കിൽ അയാൾ പേര് പറയുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ചൊന്ന് പരിചയപ്പെട്ട ഓരോരുത്തർ പേര് പറയാം. അയാൾ പറഞ്ഞു എന്റെ പേര് അബ്ദുറഹ്മാൻ. അത് കഴിഞ്ഞ് അപ്പൊ എന്റെ കൂടെയുള്ള ആൾ ചോദിച്ചു നാട് എവിടെയാണ്? അരീക്കോടാണ്. ഞാൻ സാധാരണയായി അങ്ങനെ പ്രസംഗം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ ആൾ പേര് അബ്ദുറഹ്മാൻ സലഫീന്നാണ്. അത് അയാൾ മൂടി വെച്ചു, കാരണം അയാൾ ഞാനായിട്ട് പല കണക്കും കഴിക്കാനുണ്ട്. അയാളെ പേര് പറയുമ്പോ സലഫി എന്നുള്ളത് മൂടി വെച്ചു, കാരണം അയാളാന്ന് മനസ്സിലാണ്ടാന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് പിന്നെ അയാൾ എന്നറിയില്ലാന്നോ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു നിങ്ങൾ ചൂടാകൊന്നും വേണ്ട, നമ്മൾ ഇക്കരാറനുസരിച്ച് സംവാദത്തിനുണ്ടോ ഇല്ലേ എന്നുള്ളത് പറഞ്ഞാൽ മതി. അപ്പൊ അയാൾ പറയുന്നത് കരാറ് മുഴുവനും മാറ്റണം, എന്നിട്ട് പുതിയ ഒരു കരാർ എഴുതണം, ഓരോ ദിവസം ഒരുമിച്ചുകൂടി വേണം. ഇരിക്കട്ടെ, അവസാനമായി ചർച്ചയുടെ ലാസ്റ്റ് ചുരുക്കി പറയുന്നു. ഞാൻ എഴുതിയിരുന്നു, തെളിവ് സ്വീകരിക്കുന്ന സ്ഥലത്ത് പൂർവിക പണ്ഡിതന്മാര് സഹീഹായി പ്രഖ്യാപിച്ച ഹദീസുകൾ തെളിവിന് സ്വീകരിക്കണം. അയാൾ പറയുന്നു അങ്ങനത്തെ ഹദീസ് സ്വീകരിക്കൂല. പിന്നെ എന്ത് വേണോ? അയാൾ പറയുന്ന മാനദണ്ഡം, ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡം വെച്ച് പരിശോധിച്ചിട്ട് സ്വീകരിക്കണം. ഞാൻ പറഞ്ഞു ആ പരിശോധന മുൻകാല പണ്ഡിതന്മാര് നടത്തിയിട്ട് സഹീഹാണെന്ന് പ്രഖ്യാപിച്ചത് സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നു. അയാൾ അത് അവര് പ്രഖ്യാപിച്ചത് ശരിയാവില്ല, നമ്മൾ പരിശോധിക്കണം. അതിന് അയാൾ ഒരു ഉദാഹരണം പറഞ്ഞു. എന്താ ഉദാഹരണം അറിയോ? ഒരു തുണി വാങ്ങുകയാണ് നമ്മള്. ആ തുണി 10 മീറ്റർ നീളമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു തുണിപ്പീടി എന്ന് വാങ്ങി. നമ്മൾ അളന്ന് നോക്കുമ്പോ 9 മീറ്ററേ ഉള്ളൂ. എന്നാ 10ന്റെ പൈസ കൊടുക്കാൻ പറ്റുമോ? ഇതുപോലെ മുൻകാലത്തുള്ള ഇമാമിയങ്ങളൊക്കെ ഹദീസ് സഹിയാന്ന് പ്രഖ്യാപിച്ചിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ സഹിയല്ലാന്ന് ബോധ്യപ്പെട്ടാൽ നമ്മളങ്ങനെ സഹിയല്ലാന്ന് പറയാ. ന്യായം കേട്ടാ ന്യായമാണെന്ന് ആർക്കും തോന്നും. ഞാൻ പറഞ്ഞു ഈ മീറ്ററും സെന്റിമീറ്ററും ഒക്കെ ഉണ്ടാക്കിയിട്ട് അളവ് പോലെ ഉണ്ടാക്കിയ ഒരു മനുഷ്യനുണ്ട്. ആ ഉണ്ടാക്കിയ ആൾ അളന്നിട്ട് പറയുന്നത് അളവ് കൃത്യമാണ്. മീറ്റർ എത്രയാ സെന്റിമീറ്റർ എത്രയാന്ന് അറിഞ്ഞുകൂടാത്തവൻ അളന്നിട്ട് പറയുന്നത് തെറ്റാണ്. അളവ് പോലെ ഉണ്ടാക്കിയവൻ പറഞ്ഞതാണോ സ്വീകരിക്കേണ്ടത്, അല്ല അളവ് അറിഞ്ഞുകൂടാത്തവൻ അളവ് നോക്കിയിട്ട് പറഞ്ഞാണോ സ്വീകരിക്കേണ്ടത് എന്ന് ചോദിച്ചു. അതോടുകൂടി പിന്നെ അവിടെ നിർത്തിയിട്ട് പിന്നെ പുറത്തുപോയി. മടങ്ങി വന്നിട്ട് പറഞ്ഞു ഞങ്ങളിപ്പോ തൽക്കാലം പോവാണ്, പിന്നീട് പറയാം. ഞാൻ ആ ഇരുന്ന ഇരുത്തം തന്നെ ഇരുന്നു. അവരൊക്കെ അവിടുന്ന് വണ്ടി കയറി പോയതിനു ശേഷം ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഇപ്പൊ ഒട്ടാകെ പ്രചരിപ്പിക്കുന്നുണ്ട് പോലും പേരോട് ഒരൊറ്റ ഓട്ടം ഓടിയിട്ട് അങ്ങ് നാട്ടിലെത്തിയിട്ടാണ് നിന്നത്. ഈ ഉറൂസിന് ഇന്ന് വരികയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവരെന്നെ കണ്ടെങ്കിൽ ഞാൻ കുടുങ്ങി പോവല്ലോ. അതുകൊണ്ട് ഒറ്റ കാര്യം ഞാൻ ആമുഖമായി പറയുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയങ്ങൾ അത് മുഴുവനും വ്യക്തമായി തെളിവുള്ളതാണ്. ഈ വിഷയം തന്നെ അയാൾ അറിവുകേടാണ് അദ്ദേഹം പറഞ്ഞത്. ഉസൂലുൽ ഹദീസ്, ഹദീസിന്റെ നിദാന ശാസ്ത്രം, അതിന്റെ മാനദണ്ഡം പറയുന്ന ഗ്രന്ഥങ്ങളിൽ മുഴുവൻ എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ച ഒരു ആശയമാണ്. മുൻകാല പണ്ഡിതന്മാർ, ഹദീസ് പണ്ഡിതന്മാർ ഒരു ഹദീസ് സഹീഹാണെന്ന് പ്രഖ്യാപിച്ചാൽ ആ ഹദീസ് സഹീഹാണെന്ന് തന്നെ മനസ്സിലാക്കണം. മുൻകാല പണ്ഡിതന്മാർ ഒരു ഹദീസ് ദുർബലമാണ്, ദഈഫാണെന്ന് പ്രഖ്യാപിച്ചാൽ അത് സഹീഹാണെന്ന് പ്രഖ്യാപിക്കാൻ പിന്നീട് വരുന്ന ആളുകൾക്ക് അധികാരമില്ല. ഇത് വ്യക്തമായി തന്നെ ഉസൂലുൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ, ഉദാഹരണത്തിന് തദ്രീബുർ റാവി, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഉസൂലുൽ ഹദീസിലുള്ള ഗ്രന്ഥം, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ തഖ്രീബിന്റെ ശറഹ് എടുത്തു നോക്കിയാൽ അതിൽ കാണാം. അതുപോലെ ഇബ്നു തൈമിയ്യ അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരും ആ ഹദീസിന്റെ പരമ്പരയിൽ ദുർബലന്മാരായ ആളുകൾ ഉണ്ടെന്ന് വന്നാൽ തന്നെ ആ ഹദീസ് സഹീഹാണെന്ന് പ്രഖ്യാപിച്ചോളണം. മുസ്ലിം സമൂഹം ഒന്നായി സ്വീകരിച്ച ഒരാശയം
അത് ദുർബലമാണെന്ന് പറഞ്ഞ് തള്ളാൻ പാടില്ല എന്ന് ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിന്റെ ഇൽമുൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ 40-ാം പേജിലും 16-ാം പേജിലും 33-ാം പേജിലും 36-ാം പേജിലും 59-ാം പേജിലും ഇങ്ങനെ എത്രയോ പേജുകളിൽ അദ്ദേഹത്തിന് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഹദീസ് നിദാന ശാസ്ത്രത്തെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ലാതെ മതകാര്യം പറയാൻ വേണ്ടി ഇറങ്ങിയ ആളുകൾ അവർ ഹദീസുകളൊക്കെ ദുർബലമാണെന്ന് പറഞ്ഞ് തള്ളി മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നു. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു മൗലവി എഴുതിയ ഒരു പുസ്തകമാണ്. ഞാൻ അവിടുന്ന് തന്നെ അത് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാദം ഇശാ നിസ്കാരം 2 റക്അത്താണ്, ളുഹ്ർ നിസ്കരിക്കൽ ഹറാമാണ്, അത് മഗ്രിബ് നിസ്കരിക്കലും ഹറാമാണ്. നിങ്ങളെ കേരളത്തിലുള്ള ഒരു മൗലവി എഴുതിയ ഒരു പുസ്തകമാണ് നമസ്കാരം എങ്ങനെ എപ്പോൾ എത്ര, മൗലവി ചേകനൂർ. ഈ പുസ്തകത്തിന്റെ പുറംചട്ടയിൽ തന്നെയുള്ള അതിന്റെ പരസ്യം, നിലവിലുള്ള നമസ്കാരത്തിൽ 30 ജൂതായിസമുണ്ട്. ഇപ്പൊ നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന നിസ്കാരത്തിൽ 30 ജൂത ആശയങ്ങളുണ്ട്. അപ്പൊ ലോക മുസ്ലിമീങ്ങളൊക്കെ നിസ്കരിക്കുന്നത് തെറ്റാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. രണ്ടാമത് അയാൾ പറയും ളുഹ്റും മഗ്രിബും ഖുർആൻ വിരുദ്ധം, ളുഹ്ർ നിസ്കരിക്കുന്നതും മഗ്രിബ് നിസ്കരിക്കുന്നതും ഖുർആനിനെതിരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാമത്തത് സുബ്ഹി സൂര്യോദയത്തിന് ശേഷം മതി എന്ന് വിശുദ്ധ ഖുർആൻ. സുബ്ഹി നിസ്കരിക്കണം, പക്ഷേ സൂര്യൻ ഉദിച്ചിട്ട് മതിന്ന് ഖുർആനിലുണ്ട്. സുഖായി പോയില്ലേ? പിന്നെ എന്താ വേണ്ടത്? ഖുർആനിലെ നമസ്കാര രൂപം. ഇതെല്ലാം കണിശമായി തെളിയിക്കുന്ന ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഗ്രന്ഥം. അപ്പൊ 1400ഓളം കൊല്ലം മുസ്ലിമീങ്ങൾ ജീവിച്ചിട്ട് നിസ്കരിക്കേണ്ടത് ഇതുവരെയാണ് പഠിച്ചിട്ടില്ല എന്നാ ഈ മൗലവി പറയുന്നത്. പിന്നെ ഞാനിപ്പോ നിസ്കാരം പഠിപ്പിച്ചു തരാന്ന് അയാൾ പറയും. ഇതിന്റെ പരസ്യം കണ്ടോ നിങ്ങൾ? നമസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാട് ഓർത്ത് നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ ഗ്രന്ഥം. അപ്പൊ നിസ്കരിച്ച് ബുദ്ധിമുട്ടുന്നവർക്കും ഗുണം ചെയ്യൂ, കഷ്ടപ്പാട് ഓർത്തിട്ട് നിസ്കരിക്കാത്തവർക്കും ഗുണം ചെയ്യൂ. ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി എഴുതിയൊരു കിതാബാണ് ഗീത പറയും. ഈ ഗ്രന്ഥത്തില് അദ്ദേഹം പറയുന്നത് ഞാൻ ഉദ്ധരിക്കുന്നതൊക്കെ ഖുർആനാണ്, ഞാൻ പറയുന്നതൊക്കെ ഹദീസാണ്. മറ്റ് നിങ്ങളെ മുസ്ലിംമാരും ഇന്ന് വരെ മുസ്ലിമീങ്ങൾ ജീവിച്ചു വന്ന വഴിയും തെറ്റാണ്. ഞാൻ ഖുർആൻ പരിശോധിച്ച് നോക്കുമ്പോ ഇങ്ങനെയാണ് ഖുർആനിലുള്ളതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പുസ്തകം ഇയാൾ എഴുതുന്നത്. ഇയാൾക്ക് വെല്ലുവിളിക്ക് വല്ല കുറവുണ്ടോ? ഇയാൾ ഇത് വെല്ലുവിളിക്കുന്നു. എനിക്കെതിരിൽ ഇവിടുത്തെ 3 പുരോഹിത ഗ്രൂപ്പുകളും അബൂ ഹുറൈറ എന്ന പേരിൽ 3 ഗ്രന്ഥങ്ങൾ പുറത്തിറക്കിയെങ്കിലും ഞാൻ തെളിയിച്ച പ്രധാന ജൂതായുസങ്ങൾക്കൊന്നും അതിൽ ആ 3 ഗ്രന്ഥത്തിലും മറുപടി ഇല്ല. ഇയാള് പറയുന്നത് ഞാൻ എഴുതിയ പുസ്തകത്തിന് മറുപടി ചെയ്താൽ ഒരു പണ്ഡിതനും കഴിഞ്ഞിട്ടില്ല. അയാൾ പ്രത്യേകം എടുത്ത് പറയുന്നത് അതിനെ സത്യയുക്തം ഗണ്ണിച്ചുകൊണ്ടും അതിനേക്കാൾ കടുത്ത പല ജൂതായുസങ്ങളും തെളിയിച്ചുകൊണ്ടും അബൂ ഹുറൈറയുടെ തനിനിറം എന്ന ഗ്രന്ഥം 1986 ഞാൻ പ്രസിദ്ധീകരിച്ചു. പിന്നീട് ഇന്നേ വരെ അവർ മിണ്ടി ഇല്ല. ഇപ്പൊ ഇയാള് പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പ്രധാനപ്പെട്ട സഹാബിയാണ്. ആ അബൂ ഹുറൈറ തന്നെ ജൂതനാണെന്നാണ് ഇയാൾ പറയുന്നത്. ഇമാം ബുഖാരിയും ജൂതനാണെന്നാ പറയുന്നത്. അങ്ങനെ മുൻഗാമികളായ മഹാന്മാരെ മുഴുവനും പിഴച്ചവരായി ചിത്രീകരിച്ചുകൊണ്ട് ഖുർആനിൽ ഞാൻ പറയും പോലെയാണ് ഉള്ളത്, ഹദീസിൽ ഞാൻ പറയും പോലെയാണ് ഉള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അദ്ദേഹവും ഒരു മൗലവിയാണ്. അദ്ദേഹം ഇശാ നിസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണമാണ് ചുരുക്കിയിട്ട് ഇശാ 2 റക്അത്ത് മാത്രമാണ് ഇതിൽ അദ്ദേഹം പറയുന്നത്. ഇശാ 2 റക്അത്ത് മാത്രമാണെന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം തന്നെ പറയുന്നു ഖുർആനിൽ തന്നെ വഅർജുലക്കും മിനൽ കഅബൈനി എന്ന സ്ഥലത്ത് വഅർജുലിക്കും എന്നാണ് ഓതേണ്ടത്. ഹർക്കത്തിനും തെറ്റിപ്പോയതാണ്. അതുകൊണ്ട് കാല് കഴുകുകയല്ല വേണ്ടത്, കാല് തുടക്കുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെ തുടങ്ങി ഒരുപാടുണ്ട്. ഖുർആനിൽ തന്നെ നിങ്ങൾക്ക് ഐനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖിബില ഒപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്ങോട്ട് തിരിഞ്ഞു വെച്ചാലും വിരോധമില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്ന ആളും ഓതുന്നത് ഖുർആനാണ്. ഇതൊക്കെ പറയുന്ന ആളും സമർത്ഥിക്കുന്നത് ഖുർആനും ഹദീസുമാണ്. ഇവിടെയാണ് മുസ്ലിം സമുദായം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഏത് കക്ഷികൾക്കും ഇസ്ലാമിനെ തകർക്കാൻ അവരുടെ കയ്യിലുള്ള ആയുധം ഞങ്ങൾ പറയുന്നത് ഖുർആനാണ് എന്ന് ജനങ്ങളോട് പറയുക.
ഞങ്ങൾ പറയുന്നത് ഹദീസാണെന്ന് ജനങ്ങളോട് പറയുക. എന്നിട്ട് മുസ്ലിം ജനങ്ങളോട് അവർ ഉപദേശിക്കുക, ഇന്നേ വരെ നടന്നു വന്ന മുസ്ലിമീങ്ങളുടെ വഴി, ഇന്നേ വരെയുള്ള മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു വന്ന വിശ്വാസം, ഇന്നേ വരെയുള്ള മുസ്ലിമീങ്ങൾ പ്രവർത്തിച്ചു വന്ന പ്രവർത്തനം, അത് നിങ്ങൾ സ്വീകരിക്കരുത്. മറിച്ച് ഞാൻ ഖുർആൻ നോക്കി പറയുന്നതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം, ഞാൻ ഹദീസ് നോക്കി പറയുന്നതനുസരിച്ച് ജീവിക്കണമെന്ന് ഓരോ മൗലവിമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്ക്, ഇവിടെ തന്നെയുള്ള സെൽഫികൾ അവർ പറഞ്ഞ എന്താ, ഞങ്ങളെ വാദം എന്താന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പൊ അവരെന്ത് വാദിക്കുന്നു എന്ന് അവർ ഇതുവരെ പഠിച്ചിട്ടില്ല. അത് പിന്നെ ആര് പറയണോ? അത് മൗലവി പറയണോ? അപ്പൊ ഈ മൗലവി എന്ത് പറയുന്നോ അത് വിശ്വസിക്കുന്നു എന്നാ. അപ്പൊ ആരെയാ റസൂലാക്കിയത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലാണെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, ഞാൻ ചോദിക്കുന്നു, അതെങ്ങനെ അദ്ദേഹത്തിന്റെ വാദം മൗലവി പറയും പോലെ ആകാൻ പാടുണ്ടോ? ഒരു മൗലവിയാണോ നമ്മുടെ വാദം തീരുമാനിക്കേണ്ടത്? ആ ഒരു മുസ്ലിമായ മനുഷ്യന് അവന്റെ വാദം അവൻ അറിയണ്ടേ? ഞങ്ങളെ മൗലവി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വാദം അറിയില്ല എന്ന് പറഞ്ഞാൽ അപ്പം മൗലവിയെ 100% തഖ്ലീദ് ചെയ്തിരിക്കുന്നു. മൗലവി പറയുന്നതനുസരിച്ചാണ് ഞങ്ങളെ നിസ്കാരത്തിന്റെ റക്അത്ത് ഇതാ തീരുമാനം, മൗലവി പറയുന്നതനുസരിച്ചാണ് ഞങ്ങളെ നിസ്കാരം എന്നാണ് തീരുമാനം. ഇത് ഇസ്ലാം മതത്തിന്റെ ആചാരമല്ല. ഇസ്ലാം മതത്തിൽ പൗരോഹിത്യമില്ല, ഇസ്ലാം മതത്തിൽ പുരോഹിതന്മാരില്ല. ഇസ്ലാം മതത്തിൽ ഒരു പണ്ഡിതൻ പറയുന്നത് ഇഷ്ടാനുസരണം പണ്ഡിതനാണെന്ന് പറഞ്ഞ് ആളുകൾ രംഗപ്രവേശനം ചെയ്ത് എന്തെങ്കിലും പറയുമ്പോൾ അതിന്റെ പിന്നാലെ പോവുക എന്ന പരിപാടി ഇസ്ലാം മതത്തിലില്ല. നിങ്ങൾ നോക്കൂ, മുസ്ലിങ്ങൾക്ക് ഇസ്ലാം മതം പഠിപ്പിച്ച പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ അതിൽ ഒരു വലിയ മഹാനാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് ജിമാഉൽ ഇൽമ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിൽ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അതിന്റെ 34-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയത് കാണാം. നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ സ്വീകരിക്കുന്ന ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇമാം ശാഫിഈ സ്വന്തത്തിൽ ഒരു അഭിപ്രായം പറയുന്ന ആളല്ല. നമ്മുടെ പണ്ഡിതന്മാരൊന്നും തന്നെ സ്വന്തം അഭിപ്രായം പറയുന്നവരല്ല. ഇമാം ശാഫിഈ പറയുന്നു, ലൈസലി, എനിക്ക് പാടില്ല, വലാ ലിഅലിമിൻ, ഒരു പണ്ഡിതനും പാടില്ല, അയ്യഖൂല ഫീ ഇബാഹത്തി ശൈഇൻ വലാ ഹദ്രിഹി, ഒരു വിഷയം അനുവദനീയമാണെന്നതിലോ ഒരു വിഷയം അനുവദനീയമല്ല എന്നതിലോ സ്വന്തമായി പറയാൻ പാടില്ല. വലാ അഖ്ദി ശൈഇൻ മിൻ അഹദിൻ വലാ ഇതാഇഹി, വല്ലതും വാങ്ങണമെന്നോ കൊടുക്കണമെന്നോ ഒരു പണ്ഡിതനും പറയാൻ പാടില്ല, എനിക്ക് പറയാൻ പാടില്ല, ഒരു പണ്ഡിതനും പറയാൻ പാടില്ല. ഇല്ലാ അൻ യജിദ ദാലിക നസ്സൻ ഫീ കിതാബില്ലാഹി ഔ സുന്നത്തിൻ ഔ ഇജ്മാഇൻ ഔ ഖബരിൻ യൽസമൂ, പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി കണ്ടാലല്ലാതെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയിൽ വ്യക്തമായി കിട്ടിയാലല്ലാതെ, ഔ ഇജ്മാഇൻ, അല്ലെങ്കിൽ മുൻഗാമികളായ മഹാന്മാർ അതിൽ യോജിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാലല്ലാതെ, ഔ ഖബരിൻ യൽസമു, അല്ലെങ്കിൽ നിർബന്ധമായും അനിവാര്യമായി വരുന്ന വിവരം കൊണ്ടല്ലാതെ ഒരു വിഷയവും ഒരു പണ്ഡിതനും എനിക്കെന്നല്ല ഒരു പണ്ഡിതനും പറയാൻ പാടില്ല. ഫമാലം യകുൻ ദാഖിലൻ ഫീ വാഹിദിൻ മിൻ ഹാദിഹിൽ അഖ്ബാരി, ഈ പറഞ്ഞ 4 തെളിവ് കിട്ടാത്ത വിഷയങ്ങളാണെങ്കിൽ ഫലാ യജൂസു ലനാ, ഞങ്ങൾക്ക് അനുവദനീയമല്ല, അൻ നഖൂലുഹു ബിമസ്തഹ്സന്നാ വലാ ബിമാ ഖതറ അലാ ഖുലൂബിനാ, ഞങ്ങൾക്ക് സ്വന്തമായി നല്ലതാണെന്ന് തോന്നുന്നത് പ്രഖ്യാപിക്കുക, ഞങ്ങളെ മനസ്സിൽ തോന്നുന്നത് ഞങ്ങൾ പറയുക, അത് ഞങ്ങൾക്ക് അനുവദനീയമല്ല. ഞങ്ങൾ അങ്ങനെ പറയുന്ന പരിപാടിയുമില്ല. അപ്പൊ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു വിഷയം സ്വന്തം പറയുന്ന ആളല്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അങ്ങനെ പറയാനേ നിവൃത്തിയില്ല. ഇത് ശാഫിഈ പറയുന്ന ആരോടാ? ചെറിയ ആളുകളോടല്ല, ശാഫിഈ ബാബിനോട് വാദപ്രതിവാദത്തിൽ വന്ന പണ്ഡിതന്മാരോട് വാദപ്രതിവാദത്തിന്റെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞ വാചകമാണിത്. അത് ഇമാം ശാഫിഈ തന്നെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. ഒരൊറ്റ മനുഷ്യനും ഞങ്ങൾക്ക്, എനിക്ക് പാടില്ല, പണ്ഡിതന്മാർക്ക് ആർക്കും പാടില്ല, എനിക്കും പാടില്ല, ഒരാൾക്കും പാടില്ല. പറയണമെങ്കിൽ വ്യക്തമായ തെളിവുണ്ടെങ്കിലേ പറയാൻ പാടുള്ളൂ. ഇതിങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, എന്നാൽ
അങ്ങനെ പറയണമെങ്കിൽ തന്നെ വ്യക്തമായി അറിവുള്ള പണ്ഡിതന്മാർക്ക് മാത്രമേ അത് പറ്റൂ. അല്ലാത്ത വിവരമില്ലാത്ത ആളുകൾ മതത്തിന്റെ വിഷയം പറയാനേ പാടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ തെളിവിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ടവരോട് മറുവശത്തുള്ള വ്യക്തി ചോദിക്കുന്നു, അതിന് നിങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു തെളിവ് എനിക്ക് പറഞ്ഞു തരുമോ? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ, വ്യക്തമായി ഖുർആനിൽ പറഞ്ഞ വിഷയം, ഹദീസിൽ വ്യക്തമായി പറഞ്ഞ വിഷയം, മുൻഗാമികളായ മഹാന്മാര് യോജിച്ചു വന്ന വിഷയം, അത് യാതൊരു മാറ്റവുമില്ലാതെ തുടർന്നോളണം, സ്വീകരിച്ചോളണം. എന്നാൽ ചില വിഷയങ്ങൾ വ്യക്തമായി പറയാത്തതുണ്ടാകും. അവിടെ പണ്ഡിതന്മാരായ ആളുകൾ അതിന് ഖിയാസ് ചെയ്ത് വിഷയം കണ്ടെടുക്കണം. അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞപ്പോ പറഞ്ഞു, നീ നോക്കൂ, ഖുർആനിലുണ്ട് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിലേക്ക്, കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണമെന്നുണ്ട്. കഅബ കണ്ണുകൊണ്ട് കാണുന്നവൻ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കണം. എന്നാൽ മറ്റൊരു നാട്ടിലുള്ള മനുഷ്യൻ കഅബയിലേക്ക് തിരിയലെങ്ങനെ? ഉദാഹരണത്തിന് ഉള്ളാളത്തുള്ള മനുഷ്യൻ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കലെങ്ങനെ? കഅബ ഇവിടുന്ന് കാണുന്നില്ല. അപ്പൊ എന്ത് വേണം? അപ്പോൾ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നു, അങ്ങനെ വരുമ്പോൾ അവന് ഒരു മാർഗമാണുള്ളത്. അതെന്താണ്? ഖുർആനിൽ തന്നെ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഹുവല്ലദീ ജഅല ലക്കുമുൻ നുജൂമ ലിതഹ്തദൂ ബിഹാ ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹരി. അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങളെ നിശ്ചയിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കരയുടെയും കടലിന്റെയും ഇരുട്ടിൽ വെച്ച് എവിടെയാണ് ദിക്ക് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓരോ ദിക്കുകൾ മനസ്സിലാക്കാൻ വേണ്ടി, വഴി മനസ്സിലാക്കാൻ വേണ്ടി, റൂട്ട് മനസ്സിലാക്കാൻ വേണ്ടി, രാജ്യം മനസ്സിലാക്കാൻ വേണ്ടി അതിനാണ് നക്ഷത്രം വെച്ചത് എന്ന് ഖുർആനിലുണ്ട്. അപ്പൊ നക്ഷത്രവുമായി ബന്ധപ്പെട്ട നക്ഷത്രത്തിന്റെ ദിക്കുകൾ അറിയുന്ന ആളുകൾ ഇവിടുന്ന് എങ്ങോട്ടാണ് ഖിബിലയുള്ളതെന്ന് അതിന്റെ കണക്കനുസരിച്ച് നോക്കി മനസ്സിലാക്കി ഖിബില ആ ഭാഗത്താണെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് തിരിയണം. അത് അറിഞ്ഞൂടാത്തവരെന്ത് ചെയ്യും? അതും അറിവില്ലാത്തവരെന്ത് ചെയ്യും? അറിവുള്ള ആളുകളെ കൊണ്ട് നോക്കിച്ചിട്ട് അങ്ങോട്ട് തിരിയണം. നമ്മളൊരു പള്ളിക്ക് കുറ്റിയടിക്കുമ്പോ എന്താ ചെയ്യരുത്? ആ കുറ്റി അങ്ങ് അടിക്കുക, ഖിബില നമ്മളെ കൂടി കമ്മിറ്റിക്കാരൊക്കെ തീരുമാനിക്കാം. അത് പറ്റുമോ? അത് കമ്മിറ്റിക്കാർക്ക് തീരുമാനിച്ചുകൂടാ. ആ വിഷയം അറിയുന്ന തങ്ങളെ പോലുള്ള ആളുകളെ കൊണ്ടുപോയി എങ്ങോട്ടാണ് ഖിബില തിരിക്കേണ്ടത് എന്ന് അവര് പറയുമ്പോൾ അത് സ്വീകരിച്ചു. 5 നേരവും നിസ്കരിക്കുന്നുണ്ട് ഇവിടെ. എന്താ ഖിബില നമ്മളാരോ കണ്ടിയോ? കഅബൻ നമ്മളാരോ കണ്ടിരുന്നോ? ഇല്ല. പിന്നെ കഅബൻ കണ്ടവരെ കണ്ടിനോ? അവിടെ പോയിട്ട് കണ്ടല്ല. ഇവിടുന്ന് കാണുന്നവരെ നമ്മൾ കണ്ടിനോ? അതുമില്ല. പിന്നെ ആ കഅബത്തിന്റെ ദിക്ക് അറിയുന്ന വ്യക്തികൾ കഅബ ഈ ഭാഗത്താണെന്ന് നമുക്ക് പറഞ്ഞു തന്നു. ആ പറഞ്ഞെന്ന് സ്വീകരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് തിരിയുകയാണ്. അപ്പൊ അറിവുള്ള ആളുകളെ അറിവില്ലാത്തവർ സ്വീകരിക്കുക, അറിവുള്ളവർ അറിവ് വെച്ച് കാര്യം ഗ്രഹിക്കുക, എന്നിട്ട് അങ്ങോട്ട് തിരിയുക എന്നതാണ് അവിടെ ഉള്ളത്. ഇതേമാതിരി പല വിഷയങ്ങളും അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് അറിവുള്ള ആളുകളെ അനുകരിച്ചുകൊണ്ടും അവരിൽ നിന്ന് മനസ്സിലാക്കിയും ചെയ്യേണ്ടി വരും എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ ഈ ചോദ്യകർത്താവ് വീണ്ടും പറഞ്ഞു, ഒന്നുകൂടി ഒരു സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരു വിധികർത്താവായ ജഡ്ജിക്ക് ഒരു തുണി, ആ തുണി എത്ര വിലക്കുണ്ട് എന്നറിയണം. ആ ജഡ്ജി എന്താ ചെയ്യാന്ന് ചോദിച്ചു. ആ ജഡ്ജി തുണിക്കച്ചവടം നടത്തുന്ന പരിചയമുള്ള ആളുകളെ വിളിച്ചിട്ട് ചോദിക്കും, ഈ തുണിക്ക് എത്ര വില കിട്ടും? ഈ തുണിക്ക് എത്ര വില കിട്ടും അവരെങ്ങനെ പറയും? അവർക്കറിയാം ഇത് ഇന്ന തുണിയാണ്, ഇത് ഇന്ന മോഡലാണ്, ഇന്ന സ്ഥലത്ത് വെച്ച് മെയ്ഡ് ചെയ്തതാണ്, ഈ മോഡലിന് ഇത്ര വില കിട്ടുമെന്ന് അവർക്കറിയാം. അപ്പൊ അതനുസരിച്ച് അവര് പറയും. അവര് പറയുന്നത് നമ്മൾ സ്വീകരിക്കും. എന്നാൽ അറിവുള്ളവര് പറയുന്നത് സ്വീകരിക്കുന്ന ഒരാള്, അത് ഞാനും പറയും തുണീന്റെ വില. ഇവന് തുണിയെ പറ്റി എന്തെങ്കിലും അറിയോ? ഇവന് തുണീന്റെ നോട്ടറിയോ? തുണീന്റെ വില അറിയോ? മാർക്കറ്റ് അറിയോ? ഒന്നും അറിയില്ല. അറിയാത്തവർക്ക് ഞാനും പറയും എന്ന് പറഞ്ഞാലോ അവനെ സ്വീകരിക്കാതെ നിർത്തിയുണ്ടോ? ഇല്ല. അത് തുണിക്കച്ചവടം ചെയ്യുന്നവനെ തന്നെ സ്വീകരിക്കണം. ഇതുപോലെ ഓരോ വിഷയത്തിലും അഗാധ പാണ്ഡിത്യമുള്ളവർക്ക് മാത്രമേ അത് പറയാൻ അർഹതയുള്ളൂ, അവരെ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് ഉദാഹരണ സഹിതം ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമായി വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് വിശദമായി അതിന്റെ തെളിവുകൾ ഓരോന്നോരോന്നായി പറഞ്ഞു. ഞാനിത് പറഞ്ഞു വരുന്നത്, ഇവിടെ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ
പരിശുദ്ധ ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും അനുസരിച്ചല്ലാതെ അവരുടെ സ്വന്തം വകയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ആ കാരണം കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ഒന്നാമത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനിൽ നിന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇമാം ശാഫിഈ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കാലഘട്ടത്തിലുള്ള ഒരു മൗലവിയെ പോലെയല്ല, ഒരു മുസ്ലിയാരെ പോലെയല്ല. ഹദ്ദസനൽ ഹുമൈദിയു, എന്നോട് ഇമാം ഹുമൈദി റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞു തന്നു. ഇമാം ബുഖാരി പറയുന്നു, ആരാണ് ഇമാം ഹുമൈദി? ഇമാം ഹുമൈദി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. അപ്പൊ ഇമാം ബുഖാരി പോലും സഹീഹുൽ ബുഖാരിയിൽ ഒന്നാമത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനിൽ നിന്നാണ്. അത് തന്നെയല്ലേ ഇമാം അസ്നബി റഹിമഹുല്ലാ അവിടുത്തെ തബഖാത്തിലും ഇമാം സുബ്കി റഹിമഹുല്ലാ അവിടുത്തെ തബഖാത്തിലും ഒക്കെ രേഖപ്പെടുത്തിയത് കാണാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിന് പരിഗണന നൽകി അവിടുത്തെ മദ്ഹബ് അനുസരിച്ച് ജീവിച്ച ആളായിരുന്നു. അപ്പൊ ഇമാം ബുഖാരിയെ പോലുള്ള ഹദീസ് പണ്ഡിതന്മാർ മദ്ഹബിന്റെ ഇമാമിങ്ങളെ സ്വീകരിക്കുകയാണ്. അവര് ലോകത്ത് പഠിപ്പിച്ച ആശയം സ്വീകരിക്കുകയാണ്. സഹീഹുൽ ബുഖാരി തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഖാല മാലികുൻ വബ്നു ഇദ്രീസ, അതെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, വബ്നു ഇദ്രീസ, ഇബ്നു ഇദ്രീസ് മാലിക് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാഹ് മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായവും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായവും ഒക്കെ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി എടുത്തുദ്ധരിച്ചതായി കാണാം. അപ്പൊ സഹീഹുൽ ബുഖാരിയാണ് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമെന്ന് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വാചകം എടുത്തുദ്ധരിക്കുന്നു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വാചകം എടുത്തുദ്ധരിക്കുന്നു. കാരണം അവർ തെളിവില്ലാതെ ഒരു കാര്യം പറയുകയില്ല, തെളിവില്ലാതെ ഒരു വിഷയം കൈകാര്യം ചെയ്യുകയില്ല എന്ന് ഇമാം ബുഖാരി വിശ്വസിക്കുന്നു, ഇമാം മുസ്ലിം വിശ്വസിക്കുന്നു, ലോകത്തുള്ള എല്ലാ ഹദീസ് പണ്ഡിതന്മാരും വിശ്വസിക്കുന്നു. ഹദീസ് പണ്ഡിതന്മാരെ മുഴുവനും ഏകോപിതമായി പ്രഖ്യാപിക്കുന്നു, ഒരു ഹദീസ് അതിന്റെ മൂജിബ് കൊണ്ട്, ഒരു ഹദീസിന്റെ സാരമനുസരിച്ച് ഈ മുസ്ലിം സമുദായം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ഹദീസിന്റെ പരമ്പര പരിശോധിക്കാൻ പാടില്ല, ആ ഹദീസിന്റെ ആശയം സഹീഹാണെന്ന് പ്രഖ്യാപിച്ചു കൊള്ളണം. അതിൽ പിന്നെ തർക്കിക്കാനോ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനോ വരെ പാടില്ലെന്ന് ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തുന്നു. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അതാ 14-ാമത്തെ പേജിൽ ഇൽമുൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിൽ ഇന്നത്തെ സലഫികൾ മുഴുവനും ഒരുപോലെ ബഹുമാനിക്കുന്ന പണ്ഡിതനായ ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, വമിനൽ ഹദീസി സ്വഹീഹി, സഹീഹായ ഹദീസിൽ പെട്ടതാണ് മാ തലഖാഹുൽ മുസ്ലിമൂന ബിൽ ഖബൂലി ഫഅമിലൂ ബിഹി, മുസ്ലിമീങ്ങൾ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഹദീസ്. കമാ അമിലൂ ബി ഹദീസിൽ ഉർവത്തി ഫിൽ ജനീനി വകമാ അമിലൂ ബി അഹാദീസി ശുഫഅതി വഅഹാദീസി സുജൂദി സഹ്വി വനഹ്വി ദാലിക ഫഹാദാ യുഫീദുൽ ഇൽമ വയുജ്സിമു ബിഅന്നഹു സിദ്ഖുൻ ലിഅന്നൽ ഉമ്മത തലഖത്തുഹു ബിൽ ഖബൂലി തസ്ദീഖൻ വഅമലൻ ബിമൂജിബിഹി വൽ ഉമ്മതു ലാ തജ്തമിഉ അലാ ളലാലാ. മുസ്ലിം സമുദായം ഒരിക്കലും തന്നെ ഒരു പിഴച്ച കാര്യത്തിൽ യോജിക്കുകയില്ല, മുസ്ലിം സമുദായം ഒരു പിഴച്ച കാര്യത്തിൽ യോജിക്കുകയില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഹദീസ് അനുസരിച്ച് മുസ്ലിം സമുദായം ഒന്നടങ്കം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ഹദീസ് സഹീഹാണ് എന്നതിന് ജനങ്ങളുടെ മുസ്ലിം സമുദായത്തിന്റെ പ്രവർത്തനം തന്നെ തെളിവാണ്. അതുകൊണ്ട് ഉറപ്പ് കിട്ടുന്നതാണ് യുഫീദുൽ ഇൽമ, ഉറപ്പ് അതുകൊണ്ട് കിട്ടുന്നതാണ്. അതിനാൽ ഏത് ഹദീസായിരുന്നാലും അതിന്റെ പരമ്പരയിൽ ആരുണ്ടായിരുന്നാലും ഇല്ലെങ്കിലും മുസ്ലിം സമുദായം ഒരു കാര്യത്തിൽ യോജിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനെ അറിയിക്കുന്ന എല്ലാ ഹദീസുകളും സഹീഹാണെന്ന് മനസ്സിലാക്കേണ്ടതാണെന്ന് ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിന്റെ ഇൽമുൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിന്റെ 14-ാമത്തെ പേജിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു.
ഇനി നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ നോക്കൂ, ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു ഇൻഷാ അല്ലാഹ്, മംഗലാപുരത്ത് വെച്ച് തറാവീഹിനെ സംബന്ധിച്ച് ഒരു സ്പെഷ്യലായ ഒരു ക്ലാസ്, സ്ത്രീ ജുമയെ സംബന്ധിച്ച് സ്പെഷ്യലായ ഒരു ക്ലാസ് സംഘടിപ്പിക്കണമെന്ന് അവിടെയുള്ള പ്രവർത്തകന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംവാദത്തിന് മറുവശം ഒരുക്കമുണ്ടെങ്കിൽ ഏത് ഡേറ്റിനും നിങ്ങൾക്ക് ഡേറ്റ് കൊടുക്കാമെന്ന് ഞാൻ എല്ലാവർക്കും സമ്മതം തരുന്നു. അതേ സമയത്ത് ഞാൻ ഉണർത്തുന്നു, ഇപ്പോൾ ഒരു ചെറിയ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നു, മക്കയിലും മദീനയിലും 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നു. ലോകമൊട്ടാകെ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും 20 റക്അത്ത് തറാവീഹ് പഠിപ്പിച്ചിരിക്കുന്നു. 4 മദ്ഹബും വിവരിക്കുന്ന ഇബ്നു റുശ്ദുൽ ഖുർത്തുബിയുടെ ബിദായത്തുൽ മുജ്തഹിദ് എന്ന ഗ്രന്ഥം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, 4 മദ്ഹബിലും 20 റക്അത്ത് തറാവീഹ് ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. സഹീഹുൽ ബുഖാരിയുടെ ശറഹ് ജാമിഉദ് ദറാരി നോക്കിയാൽ കാണാം, 4 മദ്ഹബിലും ഇത്തിഫാഖാണ് 20 റക്അത്ത് തറാവീഹ് ഉണ്ടെന്ന് പറയുന്നു. ലോകമൊട്ടാകെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു വന്നിരുന്നു. ഇപ്പോൾ ചില പള്ളികളിലുള്ളതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ 1300ഓളം കൊല്ലം ചരിത്രത്തിൽ ഇതാ തർക്കമില്ലാത്ത വിധത്തിൽ എല്ലാ സ്ഥലത്തും 20 റക്അത്ത് തറാവീഹ്. ഈ കഴിഞ്ഞ റമളാനിലും പരിശുദ്ധ മക്കയിൽ 20 റക്അത്ത് തറാവീഹ്, മദീനയിൽ 20 റക്അത്ത് തറാവീഹ്, ലോകമൊട്ടാകെ 20 റക്അത്ത് തറാവീഹ്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, നിങ്ങൾ മനസ്സിലാക്കണം, മക്കയിൽ ജീവിച്ച ആളാണ്, മദീനയിൽ ജീവിച്ച ആളാണ്, അതെ ഈജിപ്തിൽ ജീവിച്ച ആളാണ്, മറ്റ് പല രാജ്യങ്ങളും സന്ദർശിച്ച ആളാണ്. സഹാബികളെ കണ്ട താബീങ്ങളിൽ നിന്ന് നേരിട്ട് ദീന് പഠിച്ച ഉസ്താദുമാരിൽ നിന്ന് പഠിച്ച ആളാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ഇമാമിന്റെ ഉസ്താദ് നാഫി റളിയല്ലാഹു അൻഹു, നാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് സഹാബിയാണ്. അപ്പൊ ശാഫി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദുമാരെ മേലെ പോയാൽ അത് റസൂലുള്ളാഹിന്റെ സഹാബികളാണ്. ഇന്നും ഇന്നലെയും ജീവിച്ച ആളല്ല ഇമാം ശാഫിഈ. ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ട് 140 കൊല്ലം കഴിയുമ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ജനിക്കുന്നുണ്ട്. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവും അതുപോലെ താബിഈങ്ങളായ നാഫിഈ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ദീൻ പഠിച്ച ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവും സഹാബത്തിനെ നേരിൽ കണ്ട് ദീൻ പഠിക്കാൻ അവസരം ലഭിച്ച ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവും അതേ 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാഠമാക്കിയവരും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ ഉസ്താദുമായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു 4 പണ്ഡിതന്മാരും സഹാബത്തും താബീകളും പഠിപ്പിച്ച നിസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണം അരിച്ചു പെറുക്കി നോക്കിയിട്ട് 20ൽ കുറഞ്ഞ ഒരു തറാവീഹ് ശാഫി ഇമാം കണ്ടില്ല, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കണ്ടില്ല, മാലിക് ഇമാം റളിയല്ലാഹു അൻഹു കണ്ടില്ല, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ കണ്ടില്ല. 4 മദ്ഹബിന്റെ കിതാബും എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. മുഖ്തസറുൽ ഖലീൽ മാലികി മദ്ഹബിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. എടുത്തു നോക്കിയാൽ കാണാം, ശർഖൻ വ ഗർബൻ ലോകമൊട്ടാകെ 20 റക്അത്ത് തറാവീഹാണ്. അതേ ഹനഫി മദ്ഹബിലുള്ള ഗ്രന്ഥം ഹിദായ നോക്കിയാൽ കാണാം, അതുപോലെ ഇനായ നോക്കിയാൽ കാണാം, 20 റക്അത്ത് തറാവീഹാണ്. ശാഫിഈ മദ്ഹബിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മുഖ്തസറുൽ മുസ്നി സ്വന്തം കിതാബാണ്. അതിൽ തന്നെ കാണാം ബഹുമാനപ്പെട്ടവർ പറയുന്നു 20 റക്അത്ത് തറാവീഹാണ്. എന്തിനത് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു 20 റക്അത്ത് തറാവീഹാണ്. അങ്ങനെ 4 മദ്ഹബിലും തർക്കമില്ലാതെ, മക്കയിൽ തർക്കമില്ലാതെ, മദീനയിൽ തർക്കമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്ക് ഈ കഴിഞ്ഞ റമളാൻ വരെ 20 റക്അത്ത് തറാവീഹ് ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ നിസ്കരിച്ചു വരുമ്പോ ആ 20 റക്അത്ത് തറാവീഹിന്റെ ഹദീസ് ദഈഫാണെന്ന് 1400 കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മറുപടിയാണ് ഇബ്നു തൈമിയ്യ പറയുന്നത്, ഇദാ തലഖത്തുൽ ഉമ്മത്തു ബിൽ ഖബൂൽ. മുസ്ലിം സമുദായം ഒരാശയം സ്വീകരിച്ച് ഒന്നടങ്കം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ വന്ന ഹദീസ് സഹീഹാണ് എന്നതിന് അത് മാത്രം തെളിവ് മതി. അതിന്റെ പരമ്പര പരിശോധിക്കേണ്ടതേ ഇല്ല. എന്തുകൊണ്ട്? ലിഅന്നൽ ഉമ്മത ലാ തജ്തമിഉ അലാ ളലാല.
മുസ്ലിം സമുദായം ഒരു പിഴച്ച കാര്യത്തിൽ യോജിക്കുകയില്ല. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി. ഓ മുഹമ്മദ് നബിയുടെ സമുദായമേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ, നിങ്ങൾ ജൂതന്മാരെ പോലെയല്ല, ക്രിസ്ത്യാനികളെ പോലെയല്ല, മറ്റ് ഏതെങ്കിലും അമ്പിയാക്കളെ സമുദായം പോലെയല്ല. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമമായ സമുദായമാണ്. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി, നിങ്ങൾ നല്ലത് കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും ചെയ്യുന്ന സമുദായമാണ്. ഈ സമുദായം നന്മക്കെതിരായി യോജിക്കുകയില്ല, ചീത്തയായ പ്രവർത്തനത്തിൽ യോജിക്കുകയില്ല. അത് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ച ആശയമാണ്. ഇതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വല്ലവനും എതിർപ്പ് കാണിച്ചാൽ, സത്യവിശ്വാസികൾ നടന്നു വന്ന വഴി വിട്ടുകൊണ്ട് വേറൊരു വഴിയിലേക്ക്, ഒരു പുതിയ വഴിയിലേക്ക് വല്ലവനും ചാടിയാൽ, അവന് ലോകത്ത് ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. പണത്തിന് കുറവുണ്ടാവൂല, ബിസിനസ്സിന് മോശം വരൂല, ഉദ്യോഗത്തിന് തകരാറ് വരൂല, ദുനിയാവിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തേക്കും. നുവല്ലിഹി മാ തവല്ലാ, പക്ഷേ വനുസ്ലിഹി ജഹന്നം, അവരെ നമ്മൾ ജഹന്നമാകുന്ന നരകത്തിൽ കടത്തും. നബിയേ, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾ നടന്നു വന്ന വഴി, ആ വഴി വിട്ടുകൊണ്ടൊരു പുതിയ വഴിയിലേക്ക് ചാടിയാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ മക്കയിൽ നിസ്കരിച്ചു വന്ന തറാവീഹിന്റെ എണ്ണം, അത് സത്യവിശ്വാസികളുടെ വഴിയാണ്. ആ വഴി വിട്ട് പുതിയ വഴിയിലേക്ക് ചാടിയാൽ, മദീനയിൽ റസൂലുള്ളാഹിന്റെ കാലം മുതൽക്ക് ഇന്ന് വരെ നിസ്കരിച്ചു വന്ന തറാവീഹിന്റെ എണ്ണം ചുരുക്കി പുതിയ വഴിയിലേക്ക് ചാടിയാൽ, ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പ്രഖ്യാപിച്ചതിനെതിരായി, സർവ്വ മുസ്ലിമീങ്ങളും നടന്നു വന്നതിനെതിരായി ഒരു പുതിയ വഴി തേടിയാൽ, നുവല്ലിഹി മാ തവല്ലാ, അവൻ ഏറ്റെടുത്തതിനെ നാം അവന് വഹിപ്പിക്കുമെന്ന് പറഞ്ഞാൽ, ഭൂമിയിൽ അവനവന്റെ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തേക്കും. പക്ഷേ വനുസ്ലിഹി ജഹന്നം, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളുടെ മുസ്ലിമീങ്ങളെ വഴിവിട്ടുകൊണ്ട് പുതിയ വഴിയിലേക്ക് കടന്നവനെ നമ്മൾ ജഹന്നമാകുന്ന നരകത്തിൽ കടത്തും. നബിയേ, വസാഅത് മസീറാ, അത് വളരെ മോശമായ സങ്കേതം തന്നെ. എന്തൊരു ധൈര്യമാണിത്! ലോക മുസ്ലിങ്ങൾ ഇന്ന് വരെ നിസ്കരിച്ച നിസ്കാരത്തിന്റെ എണ്ണം കൂടിപ്പോയി എന്ന് പറയുന്നവർ, മക്കയിലും മദീനയിലും ഒക്കെ പിഴച്ചുപോയി എന്ന് പറയുന്നവർ ചോദിക്കുന്നു, ഞാൻ ഒരല്പം ഉളുപ്പ് വേണ്ടേ, ഒരല്പം ഹയാവ് വേണ്ടേ, ഒരല്പം ലജ്ജ വേണ്ടേ? ഇവിടുന്ന് മക്കത്തേക്ക് പറക്കുന്ന പ്ലെയിനിൽ ഹജ്ജിന് എന്ന് പറഞ്ഞിട്ട് സർവ്വ സലഫികളും പോകുന്നു ഹജ്ജിന് ഉംറക്ക് എന്ന് പറഞ്ഞിട്ട് മക്കയിലേക്ക്. ആ മക്കയിൽ 20 റക്അത്ത് തറാവീഹ് ഇന്നും നിസ്കരിക്കുന്നു. അത് ഇന്ന് തുടങ്ങിയതല്ലെന്നാ ഞാൻ പറഞ്ഞത്. മക്കയിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മുഖ്തസറുൽ മുസ്നിയിൽ പറയുന്നു. അതിന്റെ പുറമെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു 16 റക്അത്തും കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് മദീനയിലുള്ള മഹാന്മാര് നിസ്കരിച്ചിരുന്നു. 20 റക്അത്ത് തറാവീഹും ഒരു 16 റെസ്റ്റ് എടുക്കുന്നതിന്റെ ഇടയ്ക്കുള്ള സുന്നത്തും കൂട്ടി 36 റക്അത്ത് മദീനയിലുള്ള മഹാന്മാര് നിസ്കരിച്ചിരുന്നു. അതും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇത് ഇന്നലെയും ഇന്നുമുള്ള സംഭവമല്ല പറയുന്നത്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം കിതാബാണ് അൽ മുദവ്വനത്തുൽ കുബ്ര. ആ മുദവ്വനത്തുൽ കുബ്രയിൽ മദീനയിൽ താമസിച്ച് ദർസ് നടത്തിയ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, മദീനയിൽ 20 റക്അത്തും ഒരു 16 കൂട്ടി 36 റക്അത്ത് നിസ്കരിക്കാറുണ്ട്.
മക്കയിൽ 20 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അവരൊരു തവാഫ് ചെയ്യാറുണ്ട്. മക്കയിൽ 4 റക്അത്ത് കഴിയുമ്പോൾ ഒരു തവാഫ് ചെയ്യും. ആ തവാഫിന് പകരം ഒരു 4 റക്അത്ത് പ്രത്യേക സുന്നത്ത് നിസ്കാരം മദീനയിലുള്ളവർ വേറെ നടത്താറുണ്ട്. അങ്ങനെ 20 റക്അത്ത് തറാവിയും 16 റക്അത്ത് സുന്നത്ത് വേറെയും റമളാൻ ശരീഫിൽ അവർ പ്രത്യേകം നിസ്കരിച്ചു, വിത്ർ വേറെയും നിസ്കരിച്ചുവെന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. എന്തിനധികം സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സഹാബത്ത് മുഴുവനും 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചതായി സഹാബത്തിൽ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു മുസന്നഫിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ആ റിപ്പോർട്ടിന്റെ പരമ്പരയിൽ അയോഗ്യനായ ഒരൊറ്റ വ്യക്തിയെയും ലോകത്തൊരു മനുഷ്യരും തെളിയിക്കാൻ സാധ്യമല്ല. അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരിയും മുസ്ലിമും നൂറുകണക്കിന് ഹദീസുകൾ ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖിന്റെ ഹദീസ് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ദിവസം അങ്ങനെ നിസ്കരിച്ചു. അത് 23ാമത്തെ രാവായിരുന്നു. പിറ്റേ ദിവസം അല്ലാഹുവിന്റെ റസൂൽ തറാവീഹ് നിസ്കരിച്ചതായി ഹദീസിൽ കാണുന്നില്ല. നേരെ മറിച്ച് 25ാമത്തെ രാവിലെ പിന്നെയും അസറിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന് രാത്രിയിൽ നമ്മൾ നിസ്കാരം നിർവഹിക്കുമെന്ന് പ്രത്യേകം പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപിച്ചതനുസരിച്ച് 25ാം രാവിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും കൂട്ടിയിട്ട് തറാവീഹ് നിസ്കരിച്ചിരുന്നു. ആ 25ന്റെ ശേഷം 26ാമത്തെ രാവിലെ അല്ലാഹുവിന്റെ റസൂൽ ജമാഅത്തായി തറാവീഹ് നിസ്കരിച്ചത് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണുന്നില്ല. പിന്നീട് 27ാമത്തെ രാവിലെ അന്നത്തെ അസറിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് രാത്രി നമ്മൾ നിസ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപിച്ചതനുസരിച്ച് 27ാം രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി മദീനത്തെ പള്ളി നിറയെ ആളുകൾ ഒരുമിച്ച് കൂടിപ്പോയി. എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തറാവീഹ് നിസ്കരിച്ച് അവിടെയുള്ള ആയിരക്കണക്കായ സഹാബികൾ തറാവീഹ് നിസ്കാരത്തിന്റെ എണ്ണം മനസ്സിലാക്കി, രൂപം മനസ്സിലാക്കി. 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യമായി നിസ്കരിച്ചതിന്റെ ശേഷം പിറ്റേ ദിവസം സഹാബത്ത് വന്ന് പള്ളിയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ആ ഒരുമിച്ച് കൂടിയ ജനങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി പുറത്തു വരാതെ സുബ്ഹിന്റെ സമയത്ത് വന്നിട്ട് പറഞ്ഞു, ഖശീതു അൻ തുഫറല അലൈക്കും, നിങ്ങൾക്ക് ഈ മാസത്തിലുള്ള നിസ്കാരം ഫർളാക്കപ്പെടുമെന്ന് ഞാൻ പേടിച്ചുപോയി, അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വരാത്തതെന്ന് പ്രഖ്യാപിച്ചു. ഖിയാമു ഹാദാ ശഹരി എന്ന് തന്നെ ഒരു റിവായത്തിൽ ഉണ്ടെന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് കാണാം. ഈ മാസത്തെ നിസ്കാരം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുമെന്ന് ഞാൻ പേടിച്ചത് കൊണ്ടാണ് വരാതിരുന്നത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജമാഅത്ത് അവിടെ നിർത്തി. 4 കൊല്ലം കഴിയുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് വഫാത്തായി. അങ്ങനെ റസൂലുള്ളാഹി വഫാത്തായി 4 കൊല്ലം കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത് 1-2 വർഷം കഴിഞ്ഞ് എല്ലാം ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പരിഹരിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നു നോക്കുമ്പോൾ സഹാബത്ത് പലരും ഇശാഇന്റെ ശേഷം തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ ഒറ്റ ജമാഅത്തല്ല, ഒരാൾ നിസ്കരിക്കുന്നു, വേറൊരു സ്ഥലത്ത് 2 ആൾ അയാളെ തുടർന്നിരിക്കുന്നു, വേറൊരാളെ 3 ആൾ തുടർന്നിരിക്കുന്നു. ഇങ്ങനെ വെവ്വേറെ ജമാഅത്തുകളായും ഒറ്റക്കായും തറാവീഹ് നിസ്കരിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ടപ്പോ അവിടുന്ന് പറഞ്ഞു, ലൗ ജമഅതു ഹൗലായി അലാ ഖരിൻ വാഹിദിൻ, ഒരൊറ്റ ഒരു ഓതുന്ന മനുഷ്യന്റെ പിന്നിൽ നിന്നുകൊണ്ട്, ഒരു ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇവരെല്ലാവരെയും ഒറ്റ ജമാഅത്തായി സംഘടിപ്പിച്ചാൽ ലക്കാന അംസല, അതാണ് നല്ലതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹ് നിസ്കാരം ഒറ്റ ജമാഅത്തായി നിസ്കരിച്ചിട്ട് അത് അല്ലാഹ് ഫർളാക്കുമോ എന്ന് പേടിച്ച് നിർത്തിയതാണല്ലോ. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഇനിയൊരു കാര്യം ഫർളാക്കുകയില്ലല്ലോ. അതിനാൽ ആ ജമാഅത്ത് പുനഃസംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ച് ഉബയ്യ് ഇബ്നു ഖാരിഖ് റളിയല്ലാഹു അൻഹുവിന്റെയും തമീം ദാരി റളിയല്ലാഹു അൻഹുവിന്റെയും നേതൃത്വത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബത്തിനെ സംഘടിപ്പിച്ച് നിസ്കരിക്കുകയും പിന്നിലെ സഫിൽ പോയി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്തുടർന്ന് നിസ്കരിക്കുകയും ചെയ്തു. പിന്നിലെ സഫ് പോയി നിൽക്കാൻ ചില കാരണങ്ങളുണ്ട്. അതിന്റെ കാരണം ഒന്ന്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിത്ർ നിസ്കാരം ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കുന്ന ആളാണ്. അപ്പൊ തറാവീഹ് കഴിഞ്ഞ് വിത്ർ തുടങ്ങുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബിന് വീട്ടിലേക്ക് പോകണം. അപ്പൊ മുന്നിലെ സഫ് പോയി നിന്നാൽ സഫുകൾ കീറി പോകേണ്ടി വരും. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നിലെ സഫിൽ നിന്നുകൊണ്ടാണ് തറാവീഹിൽ പിന്തുടർന്നിട്ടുള്ളതെന്ന് ഇബ്നു സഅദ് തബഖാത്തിൽ റിപ്പോർട്ട് ചെയ്തത് കാണാം. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു
അൻഹു ആ തറാവീഹിന്റെ ജമാഅത്തിൽ പങ്കെടുത്തു. അവിടെ വെച്ച് ബഹുമാനപ്പെട്ട സഹാബത്തിനെ സംഘടിപ്പിച്ച തറാവീഹ് നിസ്കാരത്തിൽ എത്ര റക്അത്താണ് സംഘടിപ്പിച്ചത് നിങ്ങൾക്ക് കാണാം. ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖ് മുസന്നഫിൽ റിപ്പോർട്ട് ചെയ്യുന്നു, ജമഅ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സംഘടിപ്പിച്ചു അലാ ഉബയ്യ് ഇബ്നു ഖാരിഇൽ വതബീം അദ്ദാരി റളിയല്ലാഹു അൻഹുവിനെയും ഉബയ്യ് ഇബ്നു ഖാരി റളിയല്ലാഹു അൻഹു ഇമാമത്തായി നിർത്തിക്കൊണ്ട് ഇലാ 21 റക്അ 21 റക്അത്ത് സംഘടിപ്പിച്ചു. 20 റക്അത്ത് തറാവീഹും 1 റക്അത്ത് വിത്റും. എന്നാൽ പിന്നീട് സഹാബത്ത് തന്നെ ചിലപ്പോൾ 3 റക്അത്ത് വിത്ർ നിസ്കരിച്ച സന്ദർഭങ്ങളുണ്ട്. ഇനി അവിടെ ഞാൻ എന്റെ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറയുന്നു. തറാവീഹിലെ ജമാഅത്ത് പുനഃസംഘടിപ്പിക്കുന്നതിന് മുമ്പ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിത്റിലെ ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ 11 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിത്റിലെ ജമാഅത്ത് മാത്രം പുനഃസംഘടിപ്പിച്ചപ്പോൾ 11 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചതായി ഹദീസിലുണ്ട്. ആ 11 നിസ്കരിച്ച് വിത്റിലെ ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചതിന് ശേഷമാണ് തറാവീഹിലെ ജമാഅത്ത് പുനഃസംഘടിപ്പിക്കുന്നത്. തറാവീഹിലെ ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിത്റിന്റെ എണ്ണം ചുരുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് വിത്റിന്റെ എണ്ണം 1 3 നിസ്കരിക്കാൻ തുടങ്ങിയത്. ഇത് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു 11 റക്അത്ത് നിസ്കരിക്കാൻ കൽപ്പിച്ചു എന്ന ഹദീസും 21 റക്അത്ത് കൊണ്ട് സംഘടിപ്പിച്ചു എന്ന ഹദീസും യോജിപ്പിച്ചുകൊണ്ട് വിശദീകരിച്ചതായി ബഹുമാനപ്പെട്ട ഉലമാ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇത് മനസ്സിലാക്കാൻ കഴിയാതെ, ഹദീസ് സംയോജിപ്പിക്കുന്നത് അറിയാതെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ പറഞ്ഞത് എത്രയാണ് എന്ന് മനസ്സിലാക്കാതെ, സഹാബത്ത് നിസ്കരിച്ചത് എത്രയാണെന്ന് മനസ്സിലാക്കാതെ മുസ്ലിം സമുദായം ഒന്നടങ്കമുള്ള മുസ്ലിം സമുദായം ഇന്നേ വരെ റമദാൻ ശരീഫിൽ ഒരു പിഴച്ച പ്രവൃത്തിയാണ് ചെയ്തതെന്ന് വാദിക്കുകയും മക്കയും മദീനയും ഒക്കെ പിഴച്ചുപോയ കേന്ദ്രങ്ങളാണെന്ന് പറയുകയും എന്നിട്ട് മുസ്ലിമീങ്ങളോട് മക്കയിൽ നടക്കുന്നത് പിഴച്ച കാര്യമാണ്, മദീനയിൽ നടക്കുന്നത് പിഴച്ച കാര്യമാണ്, ലോകത്തുള്ള 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും പിഴച്ചുപോയവരാണ്, 1400ഓളം കൊല്ലം ജീവിച്ച എല്ലാ പണ്ഡിതന്മാരും പിഴച്ചുപോയവരാണ്, ഇപ്പൊ ഞങ്ങളെ മൗലവിമാർക്കാണ് മതം മനസ്സിലായതെന്ന് പറഞ്ഞിട്ട് തറാവീഹ് നിസ്കാരത്തിന്റെ റക്അത്ത് 11 ആക്കി ചുരുക്കുന്നവർ, 8 ആക്കി ചുരുക്കുന്നവർ, അതേപോലെ ഇശാ നിസ്കാരത്തിന്റെ റക്അത്ത് 2 ആക്കി ചുരുക്കുന്നവർ, ദുഹർ നിസ്കാരം തീരെ പാടില്ലെന്ന് പറയുന്നവർ, മഗ്രിബ് നിസ്കരിക്കൽ ഹറാമാണെന്ന് പറയുന്നവർ, ഇങ്ങനെ കുറെ കപട വിശ്വാസികളെ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ആ കപട വിശ്വാസികളെ പിന്നിലേക്ക് പോകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഇന്നേ വരെയുള്ള മുസ്ലിം സമൂഹം ജീവിച്ചു വന്ന വഴിയേതോ, ഇന്നേ വരെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ പഠിപ്പിച്ച ആശയമേതോ, ഇന്നേ വരെയുള്ള മഹാന്മാര് കാണിച്ചു തന്ന മാർഗമേതോ അത് മുറുകെ പിടിച്ച് ജീവിക്കുക. ആ മാർഗത്തിനാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടപടിക്രമം. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് സഹാബത്ത് മുതൽക്കുള്ള മുസ്ലിം സംഘം, മുസ്ലിം സമുദായമാകുന്ന സംഘം, ആ മുസ്ലിം ഉമ്മത്താകുന്ന സംഘം, ആ സംഘം എന്ത് പഠിപ്പിച്ചു? അതിൽ പ്രഥമ സ്ഥാനമുള്ളവരാണ് സഹാബികൾ. അപ്പൊ സഹാബത്താകുന്ന സംഘം എന്ത് പ്രവർത്തിച്ചു? താബീങ്ങളാകുന്ന മുസ്ലിം സംഘം എന്ത് പ്രവർത്തിച്ചു? അവരുടെ പിന്തലമുറയിലുള്ള മുസ്ലിം സംഘം എന്ത് പ്രവർത്തിച്ചു? അതാണ് ജമാഅത്ത്. അപ്പോ സുന്നത്ത് ജമാഅത്ത് നബിയും മുസ്ലിം സമുദായം ഒന്നടങ്കം പ്രവർത്തിച്ച പഠിപ്പിച്ച ആശയം അതാണ് സുന്നത്ത് ജമാഅത്ത്, അതാണ് ഇസ്ലാം. അതിന് വിരുദ്ധമായി പലരും ലോകത്ത് വരും. അതിൽ ഇശാ 2 റക്അത്താണെന്ന് പറയുന്നവരുണ്ടാവും, തറാവീഹ് 11 ആണെന്ന് പറയുന്നവരുണ്ടാവും, 8 ആണെന്ന് പറയുന്നവരുണ്ടാവും, തറാവീഹ് 1 റക്അത്താണെന്ന് പറയുന്നവരുണ്ടാവും. ഇപ്പൊ കണ്ടില്ലേ ഒരു അത്ഭുതം? ഞാൻ നാളെ പറയാം. ഇന്ന് കേരളത്തിലൊരു വിധി പേപ്പറിലൊക്കെ കണ്ടു, ഒരു ഹൈക്കോടതിയിലെ വിധി. എന്താ വിധി? ഖുത്ബ അറബിയിൽ തന്നെ ആകണമെന്നില്ല. ഒരു ഹൈക്കോടതിയിലെ ഒരു മുസ്ലിം ജഡ്ജിയുടെ വിധിയാണ്. ഹൈക്കോടതിയെ നമ്മൾ വളരെയേറെ ബഹുമാനിക്കുന്നു, പക്ഷേ വിധിയെ നമ്മൾ തള്ളിപ്പറയുകയും ചെയ്യുന്നു. എന്തേ? ഞാൻ ചോദിക്കുന്നു, ഈ ജഡ്ജിമാരിത് വിധിക്കുമ്പോ അവരോട് ചെറിയ സംശയം വിനയത്തോടെ ചോദിക്കാണ്. ഈ ജഡ്ജി വിധിച്ചത് കേരളത്തിലാണ്, കേസ് വാദിക്കുന്ന 2 ആളും മലയാളികളാണ്, ഇയാളെ വിധിയോ ഇംഗ്ലീഷിലാണ്.
ഇയാളെ വിധിയിൽ അദ്ദേഹം പറയുന്നത് എന്താ? ആളുകൾക്ക് തിരിയുന്ന ഭാഷയായിരിക്കണോന്നാ. ഇയാളെ വിധിയെങ്കിലും തിരിയുന്ന ഭാഷയുണ്ട്. ജഡ്ജി വിധിക്കുന്നത് മലയാളത്തിലാണ്ട്, അയാളെ ജഡ്ജിമെന്റ് ഇംഗ്ലീഷിലാണ്. എന്നാ അവിടെ പറഞ്ഞ ആർജ്യുമെന്റോ, വക്കീൽമാർ തമ്മിൽ പറഞ്ഞ ആർജ്യുമെന്റ് അതും ഇംഗ്ലീഷിൽ. കോടതിയിലുള്ള എല്ലാ കടലാസും ഇംഗ്ലീഷിൽ, വിധിയും ഇംഗ്ലീഷിൽ. ഈ ഇംഗ്ലീഷിൽ അയാൾ വിധിക്കുന്നത് എന്താ? മലയാളിയൊക്കെ മലയാളത്തിലാണോ എന്നാ ആദ്യം വിധി മലയാളത്തിലാക്കണ്ടേ? അപ്പോ കോടതി ഇന്നേ വരെ, നമ്മുടെ രാജ്യത്തെ കോടതി ഇന്ന് വരെ പ്രതിക്കും വാദിക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ആർഗ്യുമെന്റ് കോടതിയിൽ തുടങ്ങിയിട്ടില്ല. കോടതിയിലെ വിധി നടത്തുന്ന ജഡ്ജിമാർ ആദ്യം വിധിക്കേണ്ടത് കോടതിയിൽ വാദിക്കുന്ന പ്രതിക്കും വാദിക്കും അന്യായക്കാരനും പ്രതിക്കും മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ കോടതി സംസാരിക്കണമെന്നല്ലേ ആദ്യം വിധിക്കേണ്ടത്. ഞാൻ പല കേസിലും കോടതിയിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. കോടതിയിൽ നല്ല രസമാണ്. കാരണം ഈ മൗലവിമാരെ പോലെ ആവില്ല. വക്കീൽമാർ ചോദിക്കുമ്പോൾ നല്ല രസമുണ്ടാവും, മറുപടി പറയാനും രസമുണ്ടാവും. ഈ മൗലവിമാര് അവര് നേർക്കിയരെ ചോദിക്കില്ല, നേർക്കിയരെ മറുപടി പറയും. അപ്പോ വക്കീൽമാരെ ചോദ്യമൊക്കെ നല്ല കറക്റ്റ് ചോദിക്കും, യെസ് ഓർ നോ. ആ നിലക്ക് മറുപടി പറഞ്ഞാൽ പറയാൻ പറ്റുന്ന ചോദ്യം അവർ ചോദിക്കുള്ളൂ. ഇവിടെ മൗലവിമാരോട് അങ്ങനെ ചോദ്യം ചോദിച്ചാൽ അവർക്ക് മറുപടി പറയാൻ കഴിയില്ല. അതുകൊണ്ട് അവരെപ്പം പറയും മറുപടി പറയണമെങ്കിലും 10 മിനിറ്റ് വേണം, ചോദ്യം ചോദിക്കണമെങ്കിലും 10 മിനിറ്റ് വേണമെന്ന് അവരെ കണക്ക്. എന്ന് പറഞ്ഞാൽ കുറെ പ്രസംഗിച്ച് നേരം പൊക്കാൻ. ഉണ്ടോ ഇല്ലേന്ന് വെച്ചാൽ രണ്ടും പറയൂല, ഉണ്ടെന്ന് പറയില്ല, ഇല്ലാതും പറയില്ല. ചോറോ കഞ്ഞോ എന്ന് വെച്ചാൽ ചോറൊന്നും പറയില്ല, കഞ്ഞില്ല, ചൊറിഞ്ഞെന്ന് പറയും. ഒന്ന് ഉറപ്പിച്ച് പറയല്ലേ, ഒന്ന് ഉറപ്പിച്ച്. ഒരു ചോദ്യം ചോദിച്ചാൽ അതിനനുസരിച്ച് വ്യക്തമായ മറുപടി പറയല്ലേ. ഉണ്ടോ ഇല്ലേ ഒന്നും ഉണ്ടല്ലേ ഇല്ലാതെ പറയാം, ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, രണ്ടിലൊന്ന് പറയണം. അത് പറയുന്ന പരിപാടിയില്ല. കോടതി നല്ല രസാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ കോടതിയിൽ ചെന്ന് നോക്കുമ്പോ അവിടെ വക്കീൽമാര് തമ്മിൽ ഭയങ്കര ആർഗ്യുമെന്റ്. എന്റെ കേസാണ്, ഞാനും വേറൊരു മൗലവി, വേറൊരു ജമാഅത്ത് ഇസ്ലാമിക്കാരനും രാജ്യവും തമ്മിലുള്ള കേസാണ്. എന്നെ കോടതി കയറി എന്നോട് കുറെ ചോദ്യം ചോദിച്ചു, ഞാൻ എല്ലാവരും മറുപടിയും പറഞ്ഞു. അങ്ങനെ അവസാനം ആർഗ്യുമെന്റ് നോക്കുമ്പോൾ ഇംഗ്ലീഷിൽ. ഞാൻ ഇങ്ങനെ ആലോചിക്കുക, അയാൾ ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്, അപ്പുറത്തുള്ളത് ഞാൻ സുന്നിയാണ്, ഞങ്ങൾ തമ്മിലുള്ള കേസാണ്, ഞങ്ങൾ രണ്ടാളും മലയാളികളാണ്. അയാൾക്കും അറിയില്ല ഇംഗ്ലീഷ്, എനിക്കും അറിയില്ല ഇംഗ്ലീഷ്. ഇത് ഞങ്ങളെ കേസ് ജഡ്ജിമാർ തമ്മിൽ ആർഗ്യുമെന്റ് നടത്തുന്നത് ഇംഗ്ലീഷിൽ, കോടതി വിധി വന്ന് നോക്കുമ്പോൾ വിധിയും ഇംഗ്ലീഷിൽ. അപ്പൊ കോടതി തന്നെ ഇന്നേ വരെ മാതൃഭാഷയിൽ വിധിക്കാൻ തുടങ്ങിയിട്ടില്ല. മാതൃഭാഷയിൽ കോടതിയിൽ കേസ് വാദിക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ കോടതി ഔദ്യോഗിക ഭാഷയായിട്ട് ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത്. ആ കോടതിയാ പറയുന്നത് എന്ത്? നമ്മുടെ നിസ്കാരത്തിന്റെ ഭാഷ ഏതായിരിക്കണം, ബാങ്കിന്റെ ഭാഷ ഏതായിരിക്കണം, ഖുതുബന്റെ ഭാഷ ഏതായിരിക്കണം എന്ന് കോടതിയാണോ തീരുമാനം പറയേണ്ടത്? അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. ഓ നബിയേ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അങ്ങയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് സ്വീകരിക്കുന്ന തെളിവുകളെ സംബന്ധിച്ച് മറുവശത്തുള്ള വ്യക്തികളുമായി സംവാദം നടത്തുന്ന സമയത്ത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹിന്റെ വിധിയെ മറികടന്നുകൊണ്ട്, റസൂലുള്ള വിധിച്ച വിധിയെ മറികടന്നുകൊണ്ട് ഒരു വിധിയും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് എതിർപക്ഷത്തുള്ള വ്യക്തിയുമായി വാദപ്രതിവാദം നടത്തുന്നു പറയുന്ന സമയത്ത് പറയുന്നു, വഖുൽതു, ഞാൻ പറഞ്ഞു, ഇഫ്തറല്ലാഹു അലൈനാ ഇത്തിബാഅ നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ പിന്തുടർന്ന് ജീവിക്കൽ അല്ലാഹ് നമുക്ക് നിർബന്ധമാക്കിയതാണ്. ഖാല, എന്റെ മറുവശത്തുള്ള വ്യക്തി എന്നോട് ചോദിച്ചു, വഅൈന, എവിടെയാണ് അല്ലാഹ് ഫർളാക്കിയത് റസൂലുള്ളാഹിനെ പിന്തുടരാൻ? ഖുൽതു, ഞാനപ്പോ മറുപടി പറഞ്ഞു. ശാഫിഈ ഇമാം പറയാണ്, സംവാദം റിപ്പോർട്ട് ചെയ്യാണ്. ഖുൽതു, ഞാൻ ആ സമയത്ത് മറുപടി പറഞ്ഞു, അലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അല്ലാഹ് പറയുന്നു, ഫലാ വറബ്ബിക, അങ്ങയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുമിനൂന, അവര് സത്യവിശ്വാസികളല്ല, മുസ്ലിമീങ്ങളല്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ തർക്കമുള്ള വിഷയത്തിൽ നബിയെ തങ്ങളുടെ വിധി സ്വീകരിക്കാത്ത കാലത്തോളം, തങ്ങളെ ജഡ്ജിയാക്കാത്ത കാലത്തോളം, തങ്ങളുടെ വിധി അംഗീകരിക്കാത്ത കാലത്തോളം നബിയെ അവര് സത്യവിശ്വാസികളല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധി സ്വീകരിച്ചോളണം. സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത,
പിന്നെ തങ്ങൾ വിധിച്ച വിധിയെ സംബന്ധിച്ച് അവരെ മനസ്സിലും വിഷമം കാണാൻ പാടില്ല. അവരത് പൂർണ്ണമായി സമ്മതിച്ചോളണം. അപ്പൊ ഇസ്ലാമികമായ വിഷയത്തിൽ വിധി പറയേണ്ടത് കോടതിയിലെ ജഡ്ജിയല്ല. ഇസ്ലാമിക വിഷയത്തിൽ വിധി പറയേണ്ടത് ആരാണ്? ചീഫ് ജസ്റ്റിസുമാരല്ല. മറിച്ച് ഖുർആൻ പറയുന്ന ഹത്താ യുഹക്കിമുക, തങ്ങളാണ് വിധി പറയേണ്ടത്, റസൂലുള്ളാഹിയാണ് വിധി പറയേണ്ടത്. ആ വിധി പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ അതിന് എതിർപ്പുണ്ടാകാൻ പാടില്ല. ഇനി നമ്മൾ നോക്കുക, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബയെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു? സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് വെള്ളിയാഴ്ച ജുമുഅക്ക് അറബി ഭാഷയിൽ 2 ഖുത്ബ ഓതി. അറബി ഭാഷയിലാണ് ജുമുഅ നിസ്കരിച്ചത്. അതിന്റെ ഭാഷ മാറ്റിയാൽ റസൂലുള്ള ജുമുഅ നിസ്കരിച്ചതുപോലെ അല്ല. റസൂലുള്ള ഏത് ഭാഷയിൽ ബാങ്ക് വിളിക്കാൻ പറഞ്ഞു? റസൂലുള്ള ഏത് ഭാഷയിൽ ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞു? അല്ലാഹുവിന്റെ റസൂൽ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചോ? റസൂലുള്ള ഏത് വെള്ളം കൊണ്ട് ഒതുവെടുത്തോ? റസൂലുള്ള എങ്ങനെ ഔറത്ത് മറച്ചോ? അല്ലാഹുവിന്റെ റസൂൽ ഏത് ഭാഷയിൽ നിസ്കരിച്ചോ? റസൂലുള്ള ഏത് ഭാഷയിൽ ഖുത്ബ നടത്തിയോ? ആ നിലക്ക് തന്നെ നടത്തിയെങ്കിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതുപോലെ ആകുന്നുള്ളൂ. റസൂലുള്ള പറയുന്ന സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചതാണോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിച്ചോളണം. ഞാൻ അറബി ഭാഷയിൽ ഖുത്ബ ഓതി അറബിയിൽ നിസ്കരിച്ചു, അതേ അറബിയിൽ തന്നെ ഖുത്ബ ഓതി അറബിയിൽ നിസ്കരിച്ചോളണം. ഈ ഹദീസാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുഹദ്ദമിൽ ഖുത്ബ അറബിയിൽ തന്നെ ആകണമെന്നതിന് റസൂലുള്ളാഹിന്റെ ഈ തീരുമാനമാണ് തെളിവായി പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിധിയെ മറികടന്നുകൊണ്ട്, റസൂലുള്ളാഹിന്റെ വിധിയെ ധിക്കരിച്ചുകൊണ്ട് ഖുത്ബ ഏത് ഭാഷയിലും ആകാമെന്ന് മറ്റൊരു വിധി വന്നാൽ ഖുർആൻ പറയുന്നു ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. നബിയേ, സത്യവിശ്വാസികൾക്കിടയിൽ പ്രശ്നമുള്ള വിഷയത്തിൽ തങ്ങളുടെ വിധി അംഗീകരിക്കാത്ത മനുഷ്യൻ മുഅ്മിനീങ്ങളിൽപ്പെട്ടവനല്ല, സത്യവിശ്വാസികളിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധിയെ അംഗീകരിക്കുക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുക. ഇതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില കാര്യങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കാണിച്ചു തന്നതുണ്ട്, ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചതുണ്ട്, ചില കാര്യങ്ങൾ വ്യക്തമായി പറയാതെ വ്യംഗ്യമായി പറഞ്ഞതുണ്ട്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങൾ എല്ലാവരും റമളാനു ശരീഫിൽ നിങ്ങൾ എല്ലാ മുസ്ലിമീങ്ങളും ഇശാഇന്റെ ശേഷം പള്ളിയിൽ ഒരുമിച്ച് കൂടി എല്ലാ മുസ്ലിമീങ്ങളും തറാവീഹ് നിസ്കാരം നിസ്കരിക്കണമെന്ന് ഒരു പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചതായി കാണുകയില്ല. മറിച്ച് റമളാൻ ശരീഫിൽ ഒരു പ്രത്യേക നിസ്കാരമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വസനന്തു ലക്കും ഖിയാമഹു, റമളാനിലെ പ്രത്യേക നിസ്കാരം നിങ്ങൾക്ക് ഞാൻ സുന്നത്താക്കി എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം തറാവീഹ് ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട്. എന്റെ മുസ്ലിമീങ്ങൾ ഒരു കാര്യം ശരിക്കും ഇവിടെ മനസ്സിലാക്കണം. റസൂലുള്ളാഹി 3 ദിവസവും നിസ്കരിച്ചത് ഇശാഇന്റെ ശേഷമാണ്, ഉറങ്ങുന്നതിന് മുമ്പാണ്. അല്ലാഹുവിന്റെ റസൂൽ തറാവീഹ് നിസ്കരിച്ചത് ഇശാഇന്റെ ശേഷമാണ്, ഉറങ്ങുന്നതിന് മുമ്പാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ കാണാം. അതുപോലെ തന്നെ തിർമിദി നോക്കിയാൽ കാണാം, ഇബ്നു മാജ നോക്കിയാൽ കാണാം, നസായി നോക്കിയാൽ കാണാം, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെയും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ നിസ്കരിച്ചതിന്റെ ശേഷം ഉറങ്ങുന്നതിന് മുമ്പാണ് 3 ദിവസവും തറാവീഹ് നിസ്കരിച്ചത്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ഇശാഇന്റെ ശേഷം തറാവീഹ് നിസ്കരിക്കാൻ കാരണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഉറങ്ങി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണെങ്കിൽ വിത്ർ നിസ്കാരം തഹജ്ജുദിന്റെ സമയത്തേക്ക് ബിന്ദിക്കലവന് സുന്നത്താണ്. തറാവീഹ് ഉറക്കിന്റെ ശേഷത്തേക്ക് ബിന്ദിക്കൽ സുന്നത്തില്ല. ഫത്ഹുൽ മുഈനിൽ കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഫതാവയിൽ എഴുതിയത് കാണാം, ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ഇശാ നിസ്കരിച്ച ഉടനെയാണ് തറാവീഹ് നിസ്കരിച്ചത്. അതുകൊണ്ട് തറാവീഹിന് ഏറ്റവും ഉത്തമമായ സമയം ഇശാഇന്റെ ശേഷമാണ്. സുബ്ഹിയോടടുത്ത സമയത്തേക്ക് അത് പിന്തിക്കുകയല്ല വേണ്ടത്. ഫതാവൽ കുബ്രയിൽ ബഹുമാനപ്പെട്ട ഹലീമി റഹ്മത്തുള്ളാഹി തങ്ങളുടെ വാചകം വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലം തങ്ങളും അവിടുത്തെ സഹാബത്തും തറാവീഹ് നിസ്കരിച്ചിരുന്നത് ഇശാഇന്റെ ഉടനെയാണ്. എന്നാൽ നമ്മുടെ എതിരാളികൾ സാധാരണ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 വർദ്ധിപ്പിച്ചില്ല എന്ന് പറയുന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ പറഞ്ഞ നിസ്കാരം എപ്പോഴുള്ള നിസ്കാരമാണ്? അത് ഇശാഇന്റെ ശേഷമുള്ള തറാവീഹിനെ കുറിച്ചല്ല, മറിച്ച് ഉറക്കിന്റെ ശേഷം നിസ്കരിച്ച തഹജ്ജുദിനെ പറഞ്ഞ ഹദീസാണത്. അത് സഹീഹുൽ ബുഖാരിയിൽ ആ ഹദീസിന്റെ നേരെ മേലെയുള്ള ഹദീസിൽ തന്നെ കാണാം. ബാബു മൻ നാമ അവ്വലഹു വയഖൂമു ആഖിറഹു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയുടെ ആദ്യത്തിൽ ഉറങ്ങിയിട്ട് അവസാനം നിസ്കരിക്കുന്ന പതിവുണ്ട്. ആ നിസ്കരിക്കുന്ന പതിവിനെ സംബന്ധിച്ച് ആയിഷ ബീവി പറയുന്നു, കാന യനാമു അവ്വലഹു വയഖൂമു ആഖിറഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ രാത്രി സമയത്ത് ആദ്യം ഉറങ്ങിയിട്ട് അവസാനം നിസ്കരിക്കലാണ് സാധാരണ പതിവ്. അപ്പൊ സാധാരണ റസൂലുള്ള നിസ്കരിക്കുന്ന നിസ്കാരം ഇശാ നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കരിച്ച് കിടന്നുറങ്ങിയതിനു ശേഷം പാതിരക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമുണ്ട്. അതാണ് 11 വർദ്ധിപ്പിക്കാറില്ലെന്ന് പറഞ്ഞത്. ഈ തറാവീഹ് നിസ്കാരം ആ ഇശാ ഉറക്കിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമല്ല. അല്ലാഹുവിന്റെ റസൂൽ ഇശാ നിസ്കരിച്ച ഉടനെ നിസ്കരിച്ച നിസ്കാരമാണ്. സഹാബത്ത് ഇശാഇന്റെ ഉടനെ നിസ്കരിച്ച നിസ്കാരമാണ്. ആ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പാക്കി. 3 ദിവസം കൊണ്ട് നിർത്തി. പിന്നീട് ഫർളാകുമെന്ന് പേടിച്ച് നിർത്തി എന്ന് പറഞ്ഞു. എന്നാൽ എന്റെ വഫാത്തിന്റെ ശേഷം നിങ്ങൾ ആ നിസ്കാരം രണ്ടാമത് ഇതുപോലെ ഒറ്റ ജമാഅത്തായി തുടങ്ങണം എന്ന് റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് വ്യക്തമായി പറഞ്ഞിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ പ്രവൃത്തിയിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, സഹാബത്ത് മുഴുവനും അത് മനസ്സിലാക്കി. റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, റമദാനിൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യേക നിസ്കാരം സുന്നത്താക്കി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. റസൂലുള്ള 3 ദിവസം നിസ്കരിച്ച് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഫർളായി പോകുന്നത് പേടിച്ചിട്ട് നിർത്തിയതാണല്ലോ. അതുകൊണ്ട് ആ നിസ്കാരം രണ്ടാമത് തുടങ്ങണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. സഹാബത്ത് മനസ്സിലാക്കി. അവരാ നിസ്കാരം തുടങ്ങി. എന്നാൽ ഇന്നത്തെ സലഫികളുടെ മുൻഗാമികളായ ഒരു പുത്തൻവാദികൾ ഉണ്ടായിരുന്നു. റാഫിളിയാക്കൾ എന്നാണ് അവരുടെ പേര്. ഇന്നത്തെ സലഫികളുടെ ഏകദേശ വാദങ്ങളും റാഫിളിയാക്കളെ വാദമാണ്. സലഫികളെ വാദമല്ലേ പടച്ചവന് കയ്യും കാലും ഉണ്ടെന്ന വാദം, അത് റാഫിളിയാക്കളെ വാദമാണ്. സലഫികളെ വാദമല്ലേ പടച്ചവനൊരു കസേരയിൽ ഇരിക്കുകയാണ് എന്ന വാദം, അതും റാഫിളിയാക്കളെ വാദമാണ്. സലഫികളെ വാദമല്ലേ 3 തലാഖ് ചൊല്ലിയാൽ ഒറ്റയും പോവുകയില്ലെന്ന വാദം, അതും റാഫിളിയാക്കളെ വാദമാണ്. സലഫികളെ വാദമല്ലേ മാസം കണ്ടാൽ എടുക്കാൻ പാടില്ല, കണക്ക് കൂട്ടണമെന്ന വാദം, അതും റാഫിളിയാക്കളെ വാദമാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് റാഫിളിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മുൻകാലത്ത് കഴിഞ്ഞുപോയി. അവര് സഹാബത്തിനെ ചീത്ത പറഞ്ഞവരായിരുന്നു, സഹാബത്ത് പിഴച്ചവരാണെന്ന് പറഞ്ഞവരായിരുന്നു. ആ റാഫിളിയാക്കൾ വാദിച്ചു, തറാവീഹ് എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ റമദാനിൽ ഒരു പ്രത്യേക നിസ്കാരമില്ല. പരിശുദ്ധ റമദാനിൽ ഒരു പ്രത്യേക നിസ്കാരം തറാവീഹ് എന്ന് പറഞ്ഞിട്ട് ഇല്ല. വിത്ർ സുന്നത്താണ്, അത് റമദാനിലും സുന്നത്താണ് എന്നല്ലാതെ ഒരിക്കലും തറാവീഹ് എന്നൊരു സുന്നത്ത് നിസ്കാരമില്ലെന്ന് റാഫിളിയാക്കൾ എന്ന് പറയുന്ന പുത്തൻവാദികള് വാദിച്ചുകൊണ്ട് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചുപോയി, സർവ്വ സഹാബത്തും പിഴച്ചുപോയി. കാരണം എന്താണ്? ഇശാഇ നിസ്കാരത്തിന്റെ ശേഷം ഒരു ഇല്ലാത്ത നിസ്കാരം അവരുണ്ടാക്കി. ഇശാഇന്റെ ശേഷം റമദാനിൽ ഒരു ഇല്ലാത്ത നിസ്കാരം ഉണ്ടാക്കിയത് കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചുപോയി, സഹാബത്ത് പിഴച്ചുപോയി എന്ന് റാഫിളിയാക്കൾ എന്ന് പറയുന്ന പുത്തൻവാദികള് മുൻകാലത്ത് വാദിച്ചു. ആ വാദം കോപ്പിയടിച്ചതാണ് ഇന്നത്തെ സലഫികള്. അവരും പറയുന്നത് തറാവീഹ് എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു നിസ്കാരമില്ല, വിത്ർ നിസ്കാരം തന്നെയാണ് തറാവീഹ്. തറാവീഹ് എന്നൊരു പ്രത്യേക നിസ്കാരമില്ലെന്നാണ് ഇപ്പോൾ സലഫികളുടെ വാദം. അത് റാഫിളിയാക്കളെ വാദമാണ്. കിതാബുൽ മബ്സൂത്തിൽ ഇമാം സർഖസി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയത് കാണാം. ഉമർ ഇബ്നുൽ ഖത്താബും സഹാബത്തും ഒന്നാരംഗം പഠിപ്പിച്ച തറാവീഹിനെ ചോദ്യം ചെയ്യുന്നത് അങ്കറത്തുർ റാഫിളത്തു ലാ ബാറക്കല്ലാഹു ഫിഹാ. റാഫിളത്ത് എന്ന് പറയുന്ന പുത്തൻവാദികൾ തറാവീഹ് നിസ്കാരത്തെ നിഷേധിച്ചിരിക്കുന്നു. അല്ലാഹ് അവർക്ക് ബറക്കത്ത് ചെയ്യാതിരിക്കട്ടെ എന്ന് ഇമാം സർഖസി
റളിയല്ലാഹു അൻഹു 1000ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടുത്തെ കിതാബുൽ മബ്സൂത്തിൽ അതാ ദുആ ചെയ്തത് കാണാം. അപ്പൊ റാഫിലിയാക്കൾ എന്ന് പറയുന്ന പുത്തൻവാദികൾ തറാവീഹ് ഇല്ലെന്നും തറാവീഹ് പുനഃസംഘടിപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചുപോയി എന്നും വാദിച്ചു. ആ വാദം ഇവിടെ നിലനിർത്താൻ വേണ്ടിയാണ് സെലഫികൾ എന്ന് പറയുന്ന കക്ഷികൾ ഇപ്പോൾ തറാവീഹ് 11 വിത്റും തറാവീഹും ഒന്നാണെന്നും വാദിക്കുന്നത്. റാഫിലിയാക്കളുടെ ആശയം പ്രചരിപ്പിക്കാൻ തന്നെ. ആ റാഫിലിയാക്കളുടെ വാദം, അതിന്റെ കാരണം എന്ത്? അവർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ വഫാത്തായതിനു ശേഷം ഇതിന്റെ ജമാഅത്ത് പുനഃസംഘടിപ്പിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് വേണ്ട എന്നാണ് പറഞ്ഞത്. എന്നാൽ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാവ് കൊണ്ട് പ്രത്യേകമായി എടുത്തു പറഞ്ഞ കാര്യങ്ങളുണ്ട്, അവിടുത്തെ ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്നതുണ്ട്, വ്യക്തമായി പറയാതെ വ്യംഗ്യമായി പഠിപ്പിച്ചു തന്നതുണ്ട്. ഈ പഠിപ്പിച്ചു തന്നതെല്ലാം അവിടുത്തെ സുന്നത്ത് എന്ന് പറഞ്ഞതിൽ പെട്ടതാണ്. അതുപോലെ ആ നബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ആശയം അത് സഹാബത്ത് മനസ്സിലാക്കി ഒന്നടങ്കം ലോകത്ത് പഠിപ്പിച്ചു. ആ സഹാബത്തിൽ താബീകൾ മനസ്സിലാക്കി പഠിപ്പിച്ചു. അങ്ങനെ മുസ്ലിം ഉമ്മത്താകുന്ന, മുസ്ലിം സമുദായമാകുന്ന, മുസ്ലിം ഉമ്മത്താകുന്ന ജമാഅത്ത്, മുസ്ലിം സമുദായമാകുന്ന സംഘം, ആ സംഘം പഠിപ്പിച്ച ആശയം എന്താണോ, റസൂലുള്ള പഠിപ്പിച്ച ആശയം എന്താണോ, അതിനാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്കാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതിൽ നിന്ന് തെറിച്ചു പോയവരാണ് റാഫിലിയാക്കൾ, അതിൽ നിന്ന് തെറിച്ചു പോയവരാണ് ശിയാക്കൾ, അതിൽ നിന്ന് തെറിച്ചു പോയവരാണ് മുഅ്തസിലിയാക്കൾ, അതിൽ നിന്ന് തെറിച്ചു പോയവരാണ് കറാമിയത്ത്, മുജസ്സിമത്ത് തുടങ്ങിയിട്ട് കുറെ പാർട്ടിക്കാരുണ്ട്. ആ പാർട്ടികളുടെ വാദങ്ങൾ ഓരോന്നോരോന്ന് കടമെടുത്തുകൊണ്ട് മുൻകാലത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരുടെ പ്രവർത്തനം കൊണ്ട് കാലയവനിക്കുള്ളിൽ മറഞ്ഞുപോയ, ഇവിടെ കുഴിച്ചു മൂടപ്പെട്ട റാഫിലിയാക്കളവാദവും മുഅ്തസിലിയാക്കളവാദമായിരുന്നു ഔലിയാക്കത്ത് കറാമത്തില്ല എന്ന വാദം, അതുപോലെ ഖബറിൽ അദാബില്ല എന്ന വാദം. ഇതെല്ലാം ഇപ്പൊ ഓരോ മൗലവിമാരും എടുത്തു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പുത്തൻവാദികളായി മുൻകാലത്തുള്ള പണ്ഡിതന്മാര് മുദ്ര കുത്തിയിട്ട് അവരെല്ലാം ദീനിന്റെ ശത്രുക്കളാണെന്ന് ലോകത്തിന് പഠിപ്പിക്കപ്പെട്ട പുത്തൻവാദികൾ അവരുടെ ആശയങ്ങൾ ഓരോന്നോരോന്ന് കടമെടുത്ത് പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ സെലഫികൾ എന്ന് പറയുന്ന വിഭാഗമെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുന്നു. അപ്പൊ സുന്നത്ത് ജമാഅത്ത് നബിയും സഹാബത്തും താബീങ്ങളും മുസ്ലിം സമുദായം ഒന്നടങ്കം പഠിപ്പിച്ച ആശയം, ആ ആശയം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിം. അതിൽ നിന്ന് വിട്ടാൽ അവന്റെ കയ്യിലുള്ളത് ഇസ്ലാമല്ല. ഇതിന്റെ തെളിവാണ് നേരത്തെ മുത്തലിബ് മുസ്ലിയാർ ഇവിടെ ഓതിയത്. ഒരുപാട് ആയത്തുകൾ അല്ലാഹു തആല ഖുർആനിലെ കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ അല്ലാഹു തൗഫീഖ് ചെയ്താൽ പറയാം. ഒരൊറ്റ ഹദീസ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ നിർത്തുന്നു. സയകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഇയ്യാകും വഇയ്യാഹും ലാ യുളില്ലൂനകും വലാ യഫ്തിനൂനകും അശ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ വേണ്ടി, ഏത് സാധാരണക്കാരനും മനസ്സിലാകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ജമാഅത്ത് എന്താണ്, അതിന്റെ പുറത്തുള്ളത് എന്താണ് എന്ന് വിശദീകരിക്കുന്നത്. സയകൂനു ഫീ ആഖിരിസ് സമാൻ, ആഖിർ സമാനിൽ അവസാന കാലത്തുണ്ടാകും. ആരുണ്ടാകും? ദജ്ജാലൂന, കബളിപ്പിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകും. വിത്ർ നിസ്കാരത്തിന്റെ റകഅത്ത് കൊണ്ടുവന്നിട്ട് തറാവീഹിന് തെളിവ് പറയുന്നവർ, വിത്ർ നിസ്കാരത്തെ പറ്റി വന്ന ഹദീസിന്റെ റകഅത്ത് കൊണ്ടുവന്ന് തറാവീഹിന്റെ റകഅത്തിന് എണ്ണം തെളിവ് പറയുന്നവര്, കബളിപ്പിക്കുന്നവർ. അതേ, സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല, അത്യാവശ്യത്തിനല്ലാതെ വീട്ടിൽ നിന്നിറങ്ങാൻ പാടില്ല എന്ന നിർദ്ദേശം വരുന്നതിന് മുമ്പ് സ്ത്രീകൾക്കുണ്ടായ സംഭവങ്ങൾ എടുത്തുദ്ധരിച്ച് സ്ത്രീകൾ ജുമഅക്ക് പോകണം എന്ന് വാദിക്കുന്നവർ, ജനങ്ങളെ കബളിപ്പിക്കുന്നവർ, വസ്തുത അറിയാത്ത, ഹദീസിന്റെ ചരിത്ര പശ്ചാത്തലം അറിയാത്ത, ഹദീസിന്റെ വസ്തുതകൾ അറിയാത്ത സാധാരണക്കാരെ കബളിപ്പിക്കുന്നവർ, സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ആളുകളെ കബളിപ്പിക്കുന്നവർ ഖിയാമത്ത് നാളിൽ ഉണ്ടാകും. കദ്ദാബൂന, അവരുടെ ലക്ഷണം ധാരാളം കളവ് പറയുന്നവര്.
എഴുതി ഒപ്പിട്ട കരാറനുസരിച്ച് സംവാദത്തിനില്ല എന്ന് വാദിച്ച് പുറത്തു പോയിട്ട് സുന്നികൾ മാറി എന്ന് പ്രചരിപ്പിക്കുന്നവർ എഴുതി ഒപ്പിട്ടതിന്റെ കോപ്പി അവരുടെ കയ്യിൽ ഉണ്ടാവൂലേ? ആ കോപ്പി എന്നിട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാവൂലേ ആരാ മാറിയത്? അന്ന് എഴുതി ഒപ്പിട്ടതുപോലെ വേണ്ട, ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ എഴുതി തന്നു പോയാലും തിരക്കേടില്ല, നമുക്കൊന്ന് ഇരുന്നിട്ടൊന്ന് സംവാദം നടത്തിക്കൂടെ? അത് പറയുന്നത് അതും ഒന്ന് മാറ്റമുള്ളതാ പിന്നെ പറഞ്ഞു, ഞങ്ങൾ തന്നെ എഴുതി തന്നു മാറ്റമുള്ളതാ പിന്നെ പറഞ്ഞു. ആ നിലക്ക് ഒരു സത്യസന്ധതയുമില്ലാതെ ജീവിച്ച് പച്ചക്കള്ളം പറയുന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നേരത്തെ തന്നെ പറയും, ധാരാളം കളവ് പറയുന്നവര്. ഞാനൊരു സുല്ലബിയുടെ പുസ്തകം വായിച്ചു, സലഫികളെ വലിയ നേതാവ്. അവൻ പറയുന്നു 100-ലധികം വിഷയങ്ങളിൽ പരിശുദ്ധ ഖുർആനിനെതിരായി ഇമാം ഷാഫിഈ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തെ എഴുതിയ ഷാഫി സലഫികളെ വലിയ നേതാവ് സുല്ലബി എഴുതിയ പുസ്തകത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഖാല മാലികുൻ ഇബ്നു ഇദ്രീസ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് ഇങ്ങനെ പറഞ്ഞു എന്ന് ഷാഫി ഇമാമിന്റെ വാചകം തെളിവായി ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയില് സലഫിന്റെ മൗലവി പറയുന്നു ഷാഫി ഇമാം ഖുർആനിനെതിരായി 100 വിഷയത്തിൽ പറഞ്ഞ ആളാണ്. ലോക മുസ്ലിമീങ്ങളെ ഇത് സ്വീകരിക്കണം. ഇരിക്കട്ടെ, ആ നിലയ്ക്ക് കദ്ദാബൂന പച്ചക്കള്ളം പറയുന്നവര് യഅ്തൂനകും മിനൽ ഹദീസി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖിയാമത്ത് നാളിൽ പച്ചക്കള്ളം പറയുന്ന ജനങ്ങളെ കബളിപ്പിക്കുന്ന വിഭാഗം ഉണ്ടാകും. അവരുടെ ലക്ഷണം എന്താണ്? യഅ്തൂനകും മിനൽ ഹദീസി, അവര് ചില ഹദീസുകളും കൊണ്ട് നിങ്ങളടുത്തേക്ക് വരും, ചില വർത്തമാനങ്ങളും കൊണ്ടുവരും. ആ ഹദീസും ആ വർത്തമാനവും എന്താണ്? ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളത് മുമ്പ് കേട്ടിട്ടില്ല, നിങ്ങളെ ഉപ്പാപ്പമാര് കേട്ടിട്ടില്ല, നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പമാരും കേൾക്കാത്ത ആശയം ജുമഅക്ക് പള്ളിയിലേക്ക് പെണ്ണുപോകണമെന്ന് നിങ്ങൾ ചെറുപ്പത്തിൽ കേട്ടിട്ടില്ല. മംഗലാപുരം ഉള്ളാളം ഭാഗത്തുള്ള ഒരൊറ്റ സലഫിയും ചെറുപ്പത്തിൽ അത് കേട്ടിട്ടില്ല, ഒരു സുന്നിയും കേട്ടിട്ടില്ല, നിങ്ങളെ ഉപ്പാപ്പമാര് തീരെ കേട്ടിട്ടില്ല. റസൂലുള്ള പറയുന്നത് നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പമാരും കേൾക്കാത്ത വർത്തമാനം പറയും. ഖുതുബ മറ്റൊരു അറബിയല്ലാത്ത ഭാഷയിലാകണമെന്ന് നിങ്ങളെ ഉപ്പാപ്പമാര് കേട്ടിട്ടില്ല. തറാവീഹിന്റെ റക്അത്ത് മക്കയിലും മദീനയിലും 1400ഓളം കൊല്ലം നിസ്കരിച്ച നിസ്കാരം പിഴച്ചുപോയി എന്ന് നിങ്ങളെ ഉപ്പാപ്പമാര് മുമ്പ് കേട്ടിട്ടില്ല. നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പമാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടവര് വരും. ഇയ്യാക്കും വയ്യാഹും, അല്ലാഹുവിന്റെ റസൂല് മുൻകൂട്ടി പറയാണ്, ഇയ്യാക്കും വയ്യാഹും, അവരെ സൂക്ഷിച്ചോളണം, അവരെ അടുപ്പിക്കാൻ പാടില്ല, അവരുമായി ബന്ധം പാടില്ല, അവരുമായി മതരംഗത്ത് നിങ്ങൾ ബന്ധപ്പെടാനേ പാടില്ല, ദൂരെ നിർത്തേണ്ട സാധനമാണത്. ഇയ്യാക്കും വയ്യാഹും, നിങ്ങളെ സൂക്ഷിച്ചോ, അവരെ മാറ്റി നിർത്തിക്കോ. ലാ യുളില്ലൂനകും, അവര് നിങ്ങളെ പിഴപ്പിച്ചു കളയരുത്. വലാ യഫ്തിനൂനകും, നിങ്ങളെ ദീന് നിങ്ങളെ അവര് നാശമാക്കി കളയരുത്. അതുകൊണ്ട് ആ കക്ഷികളെ നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങളെ ഉപ്പാപ്പമാര് പഠിപ്പിച്ചതിനെതിരായി, നിങ്ങളെ മുൻഗാമികൾ പഠിപ്പിച്ചതിനെതിരായി നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പമാരും കേൾക്കാത്ത പുതിയ ആശയങ്ങളും കൊണ്ടുവരുന്നവര് ആ കക്ഷികൾ പിഴപ്പിക്കുന്നവരാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അവര് രംഗപ്രവേശനം ചെയ്യുമെന്ന്, ആഖിർ സമാനിൽ ഖിയാമത്ത് നാളിൽ അവർ വന്നു ചേരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹിയായ ഹദീസിൽ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അതാ റസൂലുള്ള പറഞ്ഞത് അനുസരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഓതിയ ഒരു ആയത്തും കൂടി ശ്രദ്ധയിൽപ്പെടുത്തി നിർത്തുന്നു. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചതിനെതിരായി, അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചതിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകൾ സൂക്ഷിച്ചുകൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം.
അവർക്ക് വലിയ ഫിത്ന വന്നു ചേരും, ശിക്ഷ കടുത്ത ശിക്ഷയും വന്നു ചേരും. അതുകൊണ്ട് കടുത്ത അദാബും കടുത്ത ഫിത്നയും റസൂലുള്ള പഠിപ്പിച്ചതിനെതിരായി നീങ്ങുന്നവർക്ക് വന്നു ചേരും. അവരത് സൂക്ഷിച്ചു കൊള്ളട്ടെ. അപ്പൊ റസൂലുള്ള പഠിപ്പിച്ചതാണ്. നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പമാരും പഠിപ്പിച്ച ആശയത്തിനെതിരെ ഖിയാമത്ത് നാളിൽ പുതിയ ആശയങ്ങളുമായി വരുന്നവരെ കണ്ടാൽ അവരെ മാറ്റി നിർത്തിക്കോളണം. അവരുമായി നിങ്ങൾ ബന്ധം പാടില്ല. അവരെ സ്നേഹിച്ചുകൂടാ, അവരെ പ്രസംഗം ശ്രദ്ധിച്ചുകൂടാ, അവരെ ക്ലാസ്സിൽ പോയി ഇരുന്നുകൂടാ, അവരെ പുസ്തകം വായിച്ചുകൂടാ. ഞാനല്ല പറഞ്ഞത്, റസൂലുള്ളയാണ്. ഇയ്യാക്കും വയ്യാവും, സൂക്ഷിച്ചോ നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പമാരും കേൾക്കാത്ത പുതിയ ആശയങ്ങളും കൊണ്ടുവരുന്നവരാണോ നിങ്ങളെ പിഴപ്പിക്കാൻ വരുന്നവര് തന്നെ. അവരെ സൂക്ഷിച്ചോ എന്ന് റസൂലുള്ള പറഞ്ഞിട്ട് അത് സ്വീകരിക്കാതെ വീണ്ടും ആ മൗലവിമാരെ വിശ്വസിച്ചവരെ പിന്നാലെ പോയാൽ അല്ലാഹു പറയുന്നു ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, റസൂലുള്ളാഹിന്റെ കൽപ്പനക്കെതിരായി ചെയ്യുന്നവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം, അവർക്ക് ഫിത്ന അവർക്ക് വന്നു ചേരുന്നത് സൂക്ഷിച്ചു കൊള്ളട്ടെ. മുസ്ലിമായ മനുഷ്യ, സത്യസന്ധതയില്ലാത്ത മൗലവിമാരെ ക്ലാസ് കേട്ടിട്ട് നീ പിഴച്ചു പോയില്ലേ? അവരെ പുസ്തകം വായിച്ചിട്ട് നീ ഇസ്ലാമെന്ന് പിഴച്ചു പോയില്ലേ? അതുകൊണ്ട് ഉള്ളാളം തങ്ങൾക്ക് യാതൊരു നഷ്ടവും വരാനില്ല. കാന്തപുരം ഉസ്താദിനൊന്നും വരാനില്ല. പാവപ്പെട്ട പേരോടിന് നിങ്ങളൊക്കെ സെലഫിയായി പോയാൽ ഞങ്ങൾക്കൊരു ചുക്കും വരാനില്ല. അതേ സമയത്ത് പടച്ചവന്റെ ശിക്ഷ അനുഭവിക്കുമ്പോൾ ആ സമയത്ത് കൈകടിച്ചത് കൊണ്ട് പ്രയോജനമില്ല. അല്ലാഹുവിന്റെ റസൂല് നേരത്തെ തന്നെ പറഞ്ഞതാണ്, നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പമാരും കേൾക്കാത്ത ആശയങ്ങൾ പറയുന്നവരാണോ അവരെ നിങ്ങൾ മാറ്റി നിർത്തിക്കോ. അവരുമായി അടുക്കാൻ പോകണ്ട. ഞങ്ങൾ നിങ്ങളോട്, മുസ്ലിം സമുദായത്തോട് പറയുന്ന, നിങ്ങളെ ഉപ്പാപ്പമാര് കേട്ടതിനെതിരെ ഒരാശയം ഞങ്ങൾ പറയുന്നില്ല. മക്കയിലെ റസൂലുള്ളാഹിന്റെ കാലം മുതൽ ഇന്നേ വരെ നടന്ന തറാവീഹ് അത് പിഴച്ചതാണെന്ന് പറയാൻ ഞങ്ങളെ കിട്ടില്ല. റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ കാലം മുതൽ ഇന്ന് വരെ മക്കയിലും മദീനയിലും ജുമഅക്ക് 2 ബാങ്കാണ്. ആ 2 ബാങ്ക് പിഴച്ചു പോയ ആശയമാണെന്ന് മുജാഹിദ് പറയുന്നു, സലഫികൾ പറയുന്നു. 2 ബാങ്ക് കൊടുക്കൽ തെറ്റാണ്. മക്കത്തും മദീനത്തും കൊടുക്കുന്ന ബാങ്ക് വർദ്ധിച്ചു പോയി, കൂടുതലായി പോയി എന്ന് പറഞ്ഞ് ഞങ്ങളെ കേരളത്തില് സലഫികളുടെ പള്ളി എന്ന പേരിൽ നിർമ്മിക്കപ്പെട്ട ഒരൊറ്റ ബിൽഡിംഗും വെള്ളിയാഴ്ച ജുമഅക്ക് എന്ന പേരിൽ സമ്മേളനത്തിന് ഒരുമിച്ച് കൂടുമ്പോ ഒരൊറ്റ സലഫിന്റെ പള്ളിയിലും 2 ബാങ്ക് കൊടുക്കുന്നത് കാണുന്നില്ല. സഹീഹുൽ ബുഖാരി മറിച്ചു നോക്കിയാൽ ജുമഅന്റെ ബാങ്കിനെ സംബന്ധിച്ച് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, സബത്തൽ അംറു അലാ ദാലിക, സഹാബത്തിന്റെ പ്രഖ്യാപനത്തോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതനുസരിച്ച് 2 ബാങ്ക് ജുമഅക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ലോകമൊട്ടാകെ 2 ബാങ്ക്. ടെലിവിഷൻ തുറന്നു നോക്കൂ, ഈജിപ്തിലെ ബാങ്ക് 2 അല്ലേ ജുമഅക്ക്? ഈജിപ്തിന് ബാങ്ക് 2 അല്ലേ? ഇറാഖിൽ ജുമഅക്ക് ബാങ്ക് 2 അല്ലേ? മക്കയിൽ ജുമഅക്ക് ബാങ്ക് 2 അല്ലേ? മദീനത്ത് ജുമഅക്ക് ബാങ്ക് 2 അല്ലേ? ലോകമൊട്ടാകെ ജുമഅ നിസ്കാരത്തിന് 2 ബാങ്കല്ലേ? ഈ കേരളത്തിൽ കുറച്ച് മൗലവിമാർ ഇറങ്ങിയിട്ട് ലോകമൊട്ടാകെയുള്ള മുസ്ലിമീങ്ങളെ ജുമഅ നഷ്ടപ്പെട്ടു പോയി. മക്കയിൽ കൊടുക്കുന്ന ബാങ്ക് കൂടുതലാണ്, മക്കയിൽ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ എണ്ണം കൂടുതലാണ്. മക്കയിലുള്ള എല്ലാവരും പിഴച്ചുപോയി, മദീനത്തുള്ളവരും പിഴച്ചുപോയി, ഈജിപ്തിലുള്ളവരും പിഴച്ചുപോയി, ഇറാഖിലുള്ളവരും പിഴച്ചുപോയി. അങ്ങനെ ലോകത്ത് ഷാമിലുള്ളവർ പിഴച്ചുപോയി, യമനിലുള്ളവർ പിഴച്ചുപോയി, ലോക മുസ്ലിമീങ്ങൾ എല്ലാവരും പിഴച്ചുപോയി. പിന്നെ കാര്യം തിരിയുന്നതാർക്കാണ്? ഞങ്ങളെ കൂട്ടത്തിൽ ഒരു മൗലവി ഖുർആൻ നോക്കുമ്പോ ഇശാ നിസ്കാരം 2 റക്അത്ത്, ആ മൗലവി ഖുർആൻ നോക്കുമ്പോ 100 കരിക്കൽ ഹറാമ്,
വേറൊരു മൗലവി നോക്കുമ്പോ തറാവിക്കാരൻ 11, വേറൊരു മൗലവി നോക്കുമ്പോൾ തറാവി 8, വേറൊരു മൗലവി നോക്കുമ്പോൾ ജുമാക്ക് ബാങ്ക് 1. ഇങ്ങനെ ഓരോ മൗലവിമാരും ഇവിടെ ഖുർആനും ഹദീസും എടുത്ത് തോന്നിവാസം പറഞ്ഞിട്ട് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും പഴച്ചുപോയി എന്ന് പറയുമ്പോ അതിന്റെ പിന്നാലെ നടന്നാൽ മോനെ റസൂലുള്ള പറഞ്ഞത് ഓർമ്മിച്ചില്ലേ? നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പമാരും പഠിച്ചതിനെതിരായി ഖിയാമത്ത് നാളിൽ പറയുന്ന കുറച്ച് കദ്ദാബീങ്ങളും ദജ്ജാലികളും വരും. ആ ദജ്ജാലികൾക്ക്, ജനങ്ങളെ പിഴപ്പിക്കുന്ന ആ ദജ്ജാലികൾക്ക് നിങ്ങൾ വഴിപ്പെട്ടാൽ നിങ്ങളെ ദീന് ഫിത്നയായി പോകും. അവരെ മാറ്റി നിർത്തിക്കോളണമെന്ന് പറഞ്ഞത് പേരോടല്ല, കാന്തപുരമല്ല, ഉള്ളാളെണ്ണങ്ങളല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ള പറഞ്ഞതനുസരിക്കാതെ നിങ്ങളെ മുൻഗാമികൾ പഠിപ്പിച്ച ആശയത്തിനെതിരായി പുതിയത് പറയുന്നവന്റെ പിന്നാലെ പോയാൽ ഒരുപക്ഷെ നിനക്ക് പ്രസിഡന്റ് ആകാം, അല്ലേ സെക്രട്ടറി ആകാം, അല്ലേ കൺവീനർ ആകാം, നിനക്ക് ഏതെങ്കിലും സ്ഥാനം കിട്ടിയേക്കാം. ഞങ്ങളൊക്കെ ഒരു പുതിയതിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടന്നേക്കാം. പക്ഷെ മോനെ, ഖുർആൻ പറയുന്ന ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, റസൂലുള്ളാഹിന്റെ കൽപ്പനക്കെതിരായി നീങ്ങുന്നവർ സൂക്ഷിക്കട്ടെ. അൻ തുസീബഹും ഫിത്ന, അവർക്ക് നാശം സംഭവിക്കുന്നത് അവർ സൂക്ഷിക്കട്ടെ. ഔ യുസീബഹും അദാബുൻ അലീം, കടുത്ത അദാബ് അവർക്ക് സംഭവിക്കുന്നത് അവർ സൂക്ഷിച്ചുകൊള്ളട്ടെ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചത് മാത്രമേ ജനങ്ങളോട് പറഞ്ഞുള്ളൂ. 20 റക്അത്ത് തറാവീഹ് റമദാനിൽ ഞങ്ങൾ നിസ്കരിച്ചുകൊണ്ടാണ് മറ്റുള്ളവരോട് നിസ്കരിക്കണമെന്ന് പറഞ്ഞത്. ജുമഅക്ക് 2 ബാങ്ക് ഞങ്ങൾ വിളിച്ചുകൊണ്ടാണ് വിളിക്കണമെന്ന് പറഞ്ഞത്. ഞങ്ങൾ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് സിയാറത്ത് ചെയ്യണമെന്ന് പറഞ്ഞത്. ജനങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകൽ ഞങ്ങളെ ലക്ഷ്യമാണെങ്കിൽ ഞങ്ങളും നരകത്തിലേക്ക് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുമോ? ഞാൻ ചോദിക്കുന്നു, 50 കൊല്ലത്തോളമായി ബഹുമാനപ്പെട്ട തങ്ങൾ അവർ ഇവിടെ ദർസ് നടത്തുന്നു. ഞാൻ ജനിക്കുന്നതിന്റെ 10 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ മുദരിസാണെന്നല്ലേ അതിന്റെ അർത്ഥം? എന്നാൽ സഹോദരന്മാരെ, ഇക്കാലം അത്രയും കിതാബോധി പഠിക്കുകയും കിതാബോധി കൊടുക്കുകയും ചെയ്തിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ 20 റക്അത്ത് നിസ്കാരം ഈ പ്രായം ചെന്ന സമയത്ത് നിസ്കരിക്കുന്നത് തറാവീഹ് 20 ആണെന്ന് പഠിച്ച ഇൽമ കൊണ്ട് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ? അവിടുന്ന് ഉദ്ഘാടനം ചെയ്ത് തറക്കല്ലിട്ട മുഴുവൻ പള്ളികളിലും ജുമഅക്ക് 2 ബാങ്ക് നടപ്പാക്കുന്നത് സഹീഹുൽ ബുഖാരിയിൽ അത് സ്ഥിരപ്പെട്ടതായി കണ്ടതുകൊണ്ടല്ലേ? ഇങ്ങനെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അറബിയിൽ തന്നെയാകണം ഖുതുബ എന്ന് ഞങ്ങൾ വാശി പിടിക്കുന്നത്. ഞങ്ങൾ 4 മണിക്കൂറല്ല 8 മണിക്കൂർ നിന്ന നൃത്തത്തിൽ പാവപ്പെട്ട ഞാൻ സലഫികൾക്കെതിരെ പ്രസംഗിച്ചിട്ടില്ലേ? കണ്ണൂർ ജില്ലയിൽ 8 മണിക്കൂർ നിന്ന നൃത്തത്തിൽ പ്രസംഗിച്ച ഞങ്ങൾക്ക് മിമ്പറിന്റെ മേലെ നിന്ന് 5 മിനിറ്റ് പ്രസംഗിക്കാൻ അറിയാഞ്ഞിട്ടാണോ? പക്ഷേ ഞങ്ങൾ ഖുർആൻ പഠിച്ചപ്പോ, ഞങ്ങൾ ഹദീസ് പഠിച്ചപ്പോ, ഞങ്ങൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ ഗ്രന്ഥം പഠിച്ചപ്പോ, ഞങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ഇന്നേ വരെയുള്ള ജീവിതം പഠിച്ചപ്പോ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു, ഇന്ന് വരെയുള്ള മുസ്ലിമീങ്ങൾ പിഴച്ചവരാണെന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. ശാഫി ഇമാം ഖുർആനെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ ലക്ഷണം കെട്ടവനായി പോകും. അതേ ലോകമൊട്ടാകെ ഇൽമ നിറക്കുന്ന ഒരു ഖുറൈശി പണ്ഡിതൻ എന്റെ തറവാട്ടിൽ ജനിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്റെ ഉസ്താദ് ശാഫി ഇമാമിനെ സംബന്ധിച്ചാണെന്ന് 10 ലക്ഷം ഹദീസ് സനദടക്കം മനപ്പാഠമാക്കി അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകമൊട്ടാകെ ഇൽമ നിറക്കുന്ന പണ്ഡിതനാണ് ശാഫി ഇമാം എന്ന് പറയുമ്പോൾ ആ ശാഫി ഇമാം പരിശുദ്ധ ഖുർആനിനെതിരെ 100-ലധികം കാര്യങ്ങൾ ഖുർആനെതിരെ പറഞ്ഞിട്ടുണ്ടെന്ന് ശാഫി ഇമാമിനെ സംബന്ധിച്ച് ആരോപണം പറയുന്ന മൗലവിന്റെ പിന്നാലെ അത് മതമാണെന്ന് മനസ്സിലാക്കി നീങ്ങിയാൽ മോനെ അവന്റെ ആഖിറം നഷ്ടപ്പെട്ടു പോയി. ഇത് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ ഇതിന് അധ്വാനിക്കാൻ ഇറങ്ങുന്നത്. ഞങ്ങൾ ജനങ്ങളോട് നിങ്ങളൊക്കെ സിയാറത്ത് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണോ?
ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങളൊക്കെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഉള്ളാളെ നിങ്ങൾ നിസ്കരിക്കാതെ വെറുതെ ഇരിക്കാണോ? നിങ്ങളൊക്കെ പോയിട്ട് ജുമാക്ക് 2 ബാങ്ക് വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഉള്ളാളെ നിങ്ങൾ 2 ബാങ്ക് വിളിക്കുന്ന പള്ളിയിൽ പോകാതിരിക്കുകയാണോ? ഞങ്ങൾക്ക് ഇത് ഉറപ്പുണ്ട്, ഇതാണ് ഹഖ്, ഇതാണ് സത്യം. ഈ സത്യം ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ലോകത്തൊരാളെയും സന്മാർഗത്തിലാക്കൽ ഞങ്ങൾ അധികാരത്തിലുള്ളതല്ല. മൻ യഹ്ദിഹില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർശിദാ. അല്ലാഹ് ഹിദായത്താക്കിയാൽ അവൻ ഹിദായത്താക്കി. നേരെ മറിച്ച് അല്ലാഹ് ഒരാളെ പിഴപ്പിച്ചു പോയാൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർശിദാ. ഒരു വലിയനും ഒരു മുർശിദിനും ഒരു മഹാനും ഒരു തങ്ങക്കും ഒരു പണ്ഡിതനും ഒരു നബിക്ക് പോലും അല്ലാഹ് ഹിദായത്താക്കാത്തവനെ ഹിദായത്താക്കാൻ സാധ്യമല്ല. ഞങ്ങളെ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചിരിക്കുന്നു. സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് ഹഖ്. അത് നബിയും സഹാബത്തും പഠിപ്പിച്ച ആശയമാണ്. അതനുസരിച്ച് ജീവിച്ച് മരിച്ചാൽ അങ്ങനെ മരിക്കുന്നവർക്ക് നല്ലതാണ്. ഇത് മാത്രം ഈ സമയത്തുണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ നമുക്ക് പറയാം. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനം നടത്തുന്നവരുണ്ട്. ഇവിടെ നേർച്ചകളും സദഖകളും ഒക്കെ കൊടുത്തവരുണ്ട്. അതുപോലെ കുറ്റ്യാടി സിറാജുൽ ഹുദയിലേക്ക് ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വരുന്ന സമയത്ത് കവർ തന്നു. സിയാറത്തിൽ വരുമ്പോൾ കയറി വന്നിട്ട് ഞാൻ വായിച്ചു നോക്കുമ്പോ അദ്ദേഹത്തിന് സ്കാൻ ചെയ്ത് നോക്കുമ്പോ കിഡ്നിയുടെ അസുഖമുണ്ടെന്ന് ഡോക്ടർമാര് പറഞ്ഞു. അപ്പൊ തന്നെ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കി. പിന്നീട് പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോ രോഗമൊന്നും ഇല്ലാന്ന് പറഞ്ഞു എന്നാണ് കത്തിലുള്ളത്. ആ കത്തിന്റെ കിശിയിലുണ്ട്. ഇവിടെ ചെയ്യുമെന്നാണ് ഞാനത് വായിച്ചത്. അങ്ങനത്തെ ഒരുപാട് അത്ഭുതങ്ങൾ ആ സ്ഥാപനത്തിന് അല്ലാഹു തന്നതുകൊണ്ട് ഇവിടെ വന്നപ്പോഴും പലരും എന്റെ അടുത്ത് നേർച്ച തന്നിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. എല്ലാവരും 10 സ്വലാത്തുകളും ഇൻഷാ അല്ലാഹ്. നാളെ നമുക്ക് വേറെ ചില വിഷയങ്ങൾ പറയാം. ഇന്ന് ഞാൻ വയല് തുടങ്ങിയതാണ്, നാളെയാണ് വയല് പറയാൻ വിചാരിച്ചത്. അതുകൊണ്ട് എല്ലാവരും ഒരു 10 സ്വലാത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ ചൊല്ലണം. നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ محمد صلى الله عليه وسلم صلى الله على 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 محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم وصل على
جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا الراج سيدا يا الرحمن. മിസ്കീന്മാരായ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മഹനീയ ഹദറത്തിൽ നീ എത്തിക്കണം റഹ്മാനേ. അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളെ ഖൽബിൽ നീ ഏറ്റിത്തരണം റഹ്മാനേ. അവിടുത്തെ പൊരുത്തം ഞങ്ങളുടെ ജീവിതത്തിൽ നീ തരണം റഹ്മാനേ. അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങളുടെ പ്രചരണത്തിന് ഞങ്ങൾക്ക് തൗഫീഖിനെ ഏറ്റിത്തരണം റഹ്മാനേ. അവിടുന്ന് പഠിപ്പിച്ച ദീനിലായി ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണം റഹ്മാനേ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങൾ നിന്റെ സാധുക്കളായ അടിമകളാണ്. ഞങ്ങൾ ഇവിടെ നിന്റെ സ്വാലിഹീങ്ങളെ സ്നേഹിച്ചു വന്നവരാണ്. ഞങ്ങൾ നീ ബഹുമാനിച്ചവരെ ബഹുമാനിച്ചു കൊണ്ട് ഒരുമിച്ച് കൂടിയതാണ്. അവരെ ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. ഞങ്ങൾ അവരെ ആദരിച്ചുകൊണ്ട് വന്നുകൂടിയ സദസ്സിൽ നിന്ന് ഞങ്ങളെ തിരിച്ചയക്കുമ്പോൾ അവര് പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി തിരിച്ചയക്കണം റഹ്മാനേ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നീ പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും വന്നുപോയെങ്കിൽ ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്യണം റഹ്മാനേ. നീ ഞങ്ങളുടെ രഹസ്യ ജീവിതം അറിയുന്നവനാണ്, ഞങ്ങളുടെ പരസ്യ ജീവിതവും അറിയുന്നവനാണ്. നിന്റെ ദീനിന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെ അല്ലാതെ ഞങ്ങൾ വിമർശിച്ചിട്ടില്ല. ഞങ്ങൾ ഒരിക്കലും ഹഖിനെതിരായി നിന്റെ ദീനിന്റെ കാര്യത്തിൽ സംസാരിച്ചിട്ടില്ല. അത് നീ അറിയുന്നവനാണ്. ഞങ്ങളിൽ നിന്ന് ഞങ്ങളെ പ്രവർത്തനങ്ങൾ ഖബൂൽ ചെയ്യണം റഹ്മാനേ. വീഴ്ചകൾ പരിഹരിക്കണം റഹ്മാനേ. മനഃപൂർവ്വം നിന്റെ ദീനിനെതിരായി ഞങ്ങളൊരു വാക്കും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഖൽബിലുള്ള നിയ്യത്ത് നീ അറിയുന്നവനാണ്. ഞങ്ങളെല്ലാവരും നീ പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണം റഹ്മാനേ. പക്ഷേ ഞങ്ങൾ മനുഷ്യന്മാരാണ്, ഒരുപാട് ദൗർബല്യങ്ങളുള്ളവരാണ്, ഒരുപാട് ദോഷങ്ങൾ വന്നുപോയവരാകും, തെറ്റുകൾ വന്നുപോയവരാകും. ഞങ്ങളെ ജീവിതത്തിൽ നീ കൽപ്പിച്ച എന്തെങ്കിലും ഒഴിഞ്ഞു പോവുകയോ നീ വിരോധിച്ച എന്തെങ്കിലും ചെയ്തു പോവുകയോ ഉണ്ടായെങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണേ റഹ്മാനേ. നിന്റെ അമ്പിയാക്കൾ നിന്നോട് താണുകേട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. തെറ്റുകളൊന്നും വന്നിട്ടില്ലാത്ത നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നോട് താണുകേട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കളെല്ലാം നിന്നോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. നിന്റെ ഔലിയാക്കളെല്ലാം നിന്നോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ ആഖിർ സമാനിൽ ജീവിക്കുന്ന ചണ്ടി ചവറുകളാണ് റഹ്മാനേ. അവരെ പോലെ ഞങ്ങളെ കൈവശത്തിൽ അമലുകളില്ല, അവരെ പോലെ ഞങ്ങൾക്ക് വിവരങ്ങളില്ല, അവരെ പോലെ ഞങ്ങൾ വളർന്നിട്ടില്ല, ഉയർന്നിട്ടില്ല. ഞങ്ങൾ അവരെ സ്നേഹിച്ചവരാണ്, അവരെ ആദർശത്തെ അംഗീകരിക്കുന്നവരാണ്. വ്യക്തി ജീവിതത്തിൽ അവരെ പോലെ സുന്നത്ത് നിസ്കരിക്കാനോ സുന്നത്ത് നോമ്പെടുക്കാനോ ദിക്റ് ചൊല്ലാനോ നിന്റെ പൊരുത്തം കരകതമാക്കാനോ അവരെ പോലെ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ വളരെ സാധുക്കളാണ്. ഞങ്ങളുടെ അമലുകൾ ഉള്ളത് നീ സ്വീകരിക്കണം റഹ്മാനേ. എല്ലാ ന്യൂനതകളും പരിഹരിക്കണം റഹ്മാനേ. വന്നുപോയ തെറ്റുകൾക്ക് മാപ്പ് ചെയ്യണം റഹ്മാനേ. മാപ്പ് ചെയ്യണം റഹ്മാനേ.
നീ സ്നേഹിച്ചവരെ സ്നേഹിച്ചിട്ടുള്ള ഞങ്ങളെ അവരെ കൂടെ ഒരുമിച്ചൂട്ടുള്ള റഹ്മാനേ. ഞങ്ങളെ ആലിമീങ്ങൾ പലരും മരിച്ചുപോയി, ഞങ്ങളുടെ ബന്ധുക്കൾ പലരും വിട്ടുപിരിഞ്ഞു പോയി. ഞങ്ങളിൽ നിന്ന് ബാക്കിയുള്ള ആലിമീകൾക്ക് നീ ദീർഘായുസ് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ വിജ്ഞാനത്തിന്റെ വിളക്കായ തങ്ങളവറുകൾക്ക് ദീർഘായുസ് നൽകണം റഹ്മാനേ, ആഫിയത്ത് നൽകണം റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങൾക്കും എല്ലാ സാദാത്തീകൾക്കും ആഫിയത്തിനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. അവരെ ദീർഘായുസ് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനേ. ഞങ്ങളെയും അവരെയുമെല്ലാം നീ പൊരുത്തപ്പെട്ടവരിൽ പെടുത്തണം റഹ്മാനേ. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അധ്വാനിക്കുന്ന വളണ്ടിയർമാർ, ഇവിടെ സംഭാവനകളും നേർച്ചകളും കൊടുത്തവർ, ഇതിനു വേണ്ടി ഉറക്കമൊഴിക്കുന്നവർ, ഈ പരിപാടിയിൽ ഖൈറായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർ, ഖൈറിനു വേണ്ടി അധ്വാനിക്കുന്നവർ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകൾ തന്നവരുണ്ട്, സദഖകൾ തന്നവരുണ്ട്, ഇവിടെ സദഖ ചെയ്തവരുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ ഹാസിലാക്കണം റഹ്മാനേ. രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനേ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഉള്ള മക്കളെ സാലിഹീകളാക്കണം റഹ്മാനേ. കടങ്ങളുള്ളവർക്ക് വീട്ടി കൊടുക്കണം റഹ്മാനേ. വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനേ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം റഹ്മാനേ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും ആഫിയത്തിലും ജീവിപ്പിക്കണം റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കണം റഹ്മാനേ. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് തൗഹീദിന്റെ കലിമത്ത് ചൊല്ലി ഞങ്ങളെ മരിപ്പിക്കണം റഹ്മാനേ. നിന്റെ സാലിഹീകളെ പ്രിയം വെച്ച ഞങ്ങളെ അവരിൽ നിന്ന് നീ അകറ്റിക്കളയരുത് റഹ്മാനേ. ഞങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹപാഠികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിക്കുന്ന ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ, ദീനിന്റെ പ്രവർത്തന രംഗത്തും മറ്റുമായി ഞങ്ങളോട് സഹകരിച്ച ആരെല്ലാം ഏതെല്ലാം നാടുകളിലുണ്ടോ അവർക്കെല്ലാവർക്കും നീ ചെയ്തു കൊടുക്കണം റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്-സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.